ഹലോ എവ്രിവൺ. നമ്മളിപ്പോ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ 56 ട്രെയിനേഴ്സ് സ്റ്റോക്കിലാണ് നമ്മളിപ്പോ ഉള്ളത്. കുറച്ച് പേര് മാത്രമേ ഇപ്പോ ആരും വീഡിയോയിലൊന്നും വന്നിട്ടില്ലല്ലോ. ഓക്കെ. അപ്പോ എന്റെ പേര് ഷാമില തസ്നീം. ഞാൻ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ് വീട്. ഞാനൊരു ടീച്ചറാണ്. ഇപ്പോ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാന് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഒരു 6ാമത്തെ ബാച്ചിലാണെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പോ ഈ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പം മുതലേ എനിക്കൊരു സൈക്കാട്രിസ്റ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഞാൻ പുതിയൊരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു DLEDന്റെ TTC കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും എനിക്ക് എന്തോ ഒരു കുറവ് പോലെ ഇങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ വീണ്ടും അതിനെ കുറിച്ചിട്ട് കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ എത്തിപ്പെടാൻ കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റിന്റെ തന്നെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് എന്താ പറയാ, കുന്നോളം ആഗ്രഹിച്ചിട്ട് ഒരു കുന്നിക്കുരുവോളം അനുഭവം മാത്രമേ എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലൈഫിൽ വലിയൊരു ചേഞ്ച് ഒന്നും ആ ഒരു കോഴ്സ് കൊണ്ട് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ആ ഒരു നിരാശയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടായിരുന്നു ഞാൻ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അപ്പൊ അതിന്റെ ആ ഒരു നിരാശയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ തന്നെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഷംന എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഫസ്റ്റോ സെക്കൻഡോ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, എന്തായാലും മോശമാവില്ല, നല്ലൊരു ചേഞ്ച് എനിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പൊ ഫൈസൽ സാറിനെ കണ്ട് സംസാരിച്ചു, സോറി, ഫോൺ ചെയ്ത് സംസാരിച്ചു. അങ്ങനെ ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോ ഒരു 6ാമത്തെ ബാച്ചിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബാച്ച് കഴിഞ്ഞു. അതിന്റെ ട്രെയിനിങ് സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ എന്താ പറഞ്ഞാൽ തീരാത്ത അത്രയും മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് തന്നെ വേണമെങ്കിൽ പറയും. കാരണം ഞാൻ അത്രയധികം കൂടുതൽ ആളുകളുടെ അടുത്തൊന്നും സംസാരിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള ഓരോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടും അതേപോലെ പ്രാക്ടിക്കൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇനി എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഷെഫിദ മാം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷെഫിദ മാമിനെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാറുള്ള ഒരു മാമാണ്. അപ്പോ ഷെഫിദ മാം മലപ്പുറം ജില്ലയിൽ തന്നെ കാളികാവിലെ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ള ഒരാളാണ്. നമ്മുടെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 1-2 ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ മാമിന്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അവധിക്കാലം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ ഇനി കുറെ വെക്കേഷൻസ് ആണ് വരാനുള്ളത്. ഓണം വെക്കേഷൻ ആയിട്ടും ക്രിസ്മസ് വെക്കേഷൻ ആയിട്ടും ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ആയിട്ട് ഒരു 3 മാസം കഴിഞ്ഞാൽ വീണ്ടും വരുന്നുണ്ട്. ഈ ഒരു വെക്കേഷനിലൊക്കെ എങ്ങനെ നമ്മുടെ കുട്ടികളെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഇന്നത്തെ കുട്ടികൾ മുഴുവൻ ഇൻസ്റ്റഗ്രാമത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ എങ്ങനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരാം, എങ്ങനെ അവരുടെ ലൈഫ് അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അവധിക്കാലം ഒന്ന് കളർഫുൾ ആക്കി എടുക്കാം, ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് എടുക്കാം എന്നൊക്കെ നമുക്ക് നമ്മുടെ ഷെഫിദ മാം നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു തരും. അപ്പോ അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ഇന്നത്തെ ക്ലാസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വിനബിൾ അക്കാദമിയിലെ എല്ലാ മെമ്പേഴ്സിന്റെയും പ്രതിനിധിയായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് ഷെഫിദ മാമിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഷെഫിദ മാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. താങ്ക് യു ഷാമില. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലേ? കേൾക്കാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം, ഓണാശംസകൾ, അതുപോലെ നബിദിനാശംസകൾ. ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഷാമില ഷഫീദ എന്നാണ് പേര്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. കാളികാവാണ് സ്ഥലം. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എന്റെ വിശേഷങ്ങള്. ആദ്യമായിട്ട് ഫൈസൽ സാറിനോട് നന്ദി പറയാണ്. അത് ഒറ്റ വാക്കിലൊന്നും തീരൂല. പിന്നെ എന്താ പറയാ, നന്ദി സ്നേഹം സന്തോഷമൊക്കെ അറിയിക്കണം. കാരണം നമ്മളെ പോലെ ട്രെയിനിങ് രംഗത്തേക്ക് വരുന്ന ആളുകൾക്കുള്ള നല്ലൊരു വേദിയാണ് വിമൽ അക്കാഡമി എന്ന് പറയുന്നത്. ഒരുപാട് നമ്മുടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഓഡിയൻസിനൊക്കെ കിട്ടുന്നത് ഇവിടെ അല്ലെ. അപ്പൊ അതിന് എന്താ പറയാ, നമുക്ക് സ്കില്ലുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അത് പ്രകടിപ്പിക്കില്ല. അപ്പൊ എന്റെ കാര്യത്തിലായാലും
ഞാൻ എന്നെ പുറകോട്ട് വലിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സാർ തന്നെയാണ്. അപ്പൊ നമ്മള് ഓരോരുത്തർ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അത് നമ്മളെ വിജയം എന്നതിലുപരി സാറിന്റെ കൂടെ വിജയം. സാർ നല്ലൊരു ലീഡർ ആയതുകൊണ്ടാണല്ലോ സാറിന് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിലെല്ലാം നന്ദി, സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ഓണം കഴിഞ്ഞു, പക്ഷെ ഓണം വെക്കേഷൻ അവിടെ ബാക്കി കിടക്കുകയാണ്. നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്, വെക്കേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്ങനെ വെക്കേഷനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വെക്കേഷൻ രണ്ടുപേരുടെ കണ്ണിലൂടെ നമ്മൾ കാണണം അല്ലെ, അമ്മമാരുടെ കണ്ണിലൂടെയും കുട്ടികളുടെ കണ്ണിലൂടെയും. അമ്മമാരുടെ കണ്ണിലൂടെ കാണുമ്പോൾ അത് ഇച്ചിരി ടെൻഷനും തലവേദനയൊക്കെ ഉള്ളൊരു അങ്ങനെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അത് മക്കളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. മക്കൾ നല്ല രീതിയിൽ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവര് പല കാര്യങ്ങളും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടമാവുന്നത്. അവരുടെ ചില വാശികളും കുറുമ്പുകളും ദുശാഠ്യങ്ങളും അനുസരണക്കേടുകളും അതുപോലെ സ്ക്രീൻ ടൈമിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതും അങ്ങനെ നമ്മുടെ തലവേദന കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇനി മക്കളെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവര് വെക്കേഷൻ ആകുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലാണ്, എങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിക്കുക എന്നുള്ള കാര്യത്തില്. പക്ഷെ നമ്മളൊന്നും അടിച്ചു പൊളിച്ചത് 90s കിഡ്സ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഒരു ജനറേഷൻ ആസ്വദിച്ചിരുന്ന വെക്കേഷൻ അല്ല ഇപ്പൊ ഉള്ളവര് അങ്ങനെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത്. അവര് പരമാവധി എങ്ങനെ മൊബൈൽ അടിച്ചു മാറ്റാൻ കഴിയും, എത്രത്തോളം വീഡിയോ ഗെയിംസ് കളിക്കാൻ പറ്റും, എത്രത്തോളം കാർട്ടൂൺസ് കാണാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്ലാനിങ്. അതുപോലെ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് അടിക്കണം, കാര്യമായിട്ടും ഇങ്ങനെ രണ്ട് പ്ലാനിങ് അവർക്ക് ഉണ്ടാവാനിടയുള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മളൊരുപാട് കളിച്ച് വളർന്ന ഒരു ജനറേഷനാണ്. മണ്ണിലും ചേറിലും പാടത്തും പറമ്പത്തും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ. നമുക്ക് അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്ലേയെ കുറിച്ച് മാത്രമായിട്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കാണാത്തവര് പോയിട്ട് കാണാം. ഫുട്ബോൾ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. പ്ലേയുടെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ അത്രയും കളിച്ച് വളർന്നത് കൊണ്ട് നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റിൽ ഏജ് നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ സ്കില്ലുകളൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറ്റ മര്യാദകളും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റികളൊക്കെ അച്ചീവ് ചെയ്തത് ഇത്തരം കളികളിലൂടെ. നമ്മൾ അന്നത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മളങ്ങ് ഇറങ്ങാണ് ചായ കുടിച്ചിട്ട്, പിന്നെ ഫുൾ ടൈം കളിയാണ്. പിന്നെ ഉച്ചയ്ക്ക് കയറി വരുന്ന ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഇറങ്ങുന്നു. വൈകുന്നേരമാണ് നമ്മളൊന്ന് വീടണയുന്നത്. ഫുൾ ടൈം കളിയിൽ എൻഗേജ്ഡ് ആണ്. ഇത്രയും കളിയുടെ ഒരുപാട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കളിയിലൂടെ. അപ്പൊ ഇപ്പോഴുള്ള കുട്ടികൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗാഡ്ജറ്റ്സ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വെക്കേഷൻ പ്ലാനിങ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ അവരുടെ അതിന്റെ ആ സ്ക്രീനിലുള്ളത് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ട് പരമാവധി അതിന്റെ സ്കില്ലുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അപ്പൊ എത്രത്തോളം വെക്കേഷൻ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ അമ്മമാരുടെ തലവേദനയ്ക്കുള്ള ഒരു മെഡിസിൻ എന്ന രീതിയിലും മക്കൾക്ക് വെക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഡ്രിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് കുറച്ച് ടിപ്സ് ഒക്കെ പറയാൻ പോകുന്നത്. അതെല്ലാവരും ആദ്യാവസാനം വരെ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ വെക്കേഷൻ എന്തൊരു കാര്യമാണെങ്കിലും അല്ലെ, നമ്മളത് എഫക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്കതൊരു പ്ലാനിങ് വേണം. അതുപോലെ തന്നെയാണ് വെക്കേഷൻ. നമ്മൾ നോമ്പ് കാലത്തേക്ക് വരവേൽക്കൂലേ, നമുക്കറിയാം എന്തൊക്കെ ചെയ്യണം അല്ലെ. നമ്മൾ കുറച്ചും കൂടെ ആരാധന കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ തന്നെയാണ് വെക്കേഷൻ. നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പക്ഷെ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയണം. അതായത് എന്തിനാണ് വെക്കേഷൻ നമുക്കറിയണം, വെക്കേഷന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനായിരിക്കും വെക്കേഷൻ? അതായത് 10 മാസത്തിൽ സ്കൂളിൽ പോവാണ്. ഈ 10 മാസം സ്കൂളിൽ പോകുന്നവർക്ക് 2 മാസം ഒരു സമ്മർ വെക്കേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ 10 ദിവസം ഓണ ലീവ്, 10 ദിവസം ക്രിസ്മസ് ലീവ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ വെക്കേഷൻ ആണ് അല്ലെ. എന്തിനാണ് ഇങ്ങനെ വെക്കേഷൻ കൊടുക്കുന്നത്? എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവില്ലേ അതിന്? എന്തൊക്കെയാണ് അതിന്റെ പർപ്പസ്? ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് റിലാക്സേഷൻ തന്നെയാണ്. ഇവർക്ക് ചെറിയൊരു ബ്രേക്ക് വേണം. ഈ ബ്രേക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് വെക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ പറയും, നമ്മൾ വലിയ ആൾക്കാരുടെ ഒരു കേസ് വരുമ്പോ നമ്മൾ പറയും നമ്മൾ രാവിലെ ഇറങ്ങുന്നതാണ്, പണിക്കിറങ്ങുന്നതാണ്, നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, നമ്മുടെ ജോലി ഭാരം, നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സുകള്, അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവങ്ങളാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ട്രെസ്സിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമുക്ക് വർക്ക് ലോഡ് ഉണ്ട്, നമുക്ക് റിലാക്സേഷൻ വേണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ കുട്ടികൾക്ക് എന്തിനാ പറയുക, ഇവരിപ്പോ അങ്ങനെ വല്ല പണി എടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. അവര് രാവിലെ 7 മണിയാകുമ്പോൾ ഇവര്
ഇറങ്ങുന്നതാണ്, സ്കൂളിലേക്ക് ഇറങ്ങുന്നതാണ്. ഇത് CBSE ഒക്കെ പഠിക്കുകയാണെങ്കിൽ പറയല, അവർ ബാഗൊക്കെ ഭയങ്കര വെയിറ്റ്. നമ്മൾ ബാഗ് താങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ബസ് കയറ്റാൻ നമ്മൾ പോവാറുണ്ട്. അത്രയും പഠനഭാരമുണ്ട് ഇവർക്ക്. ഇതൊക്കെ ആയിട്ട് ഇവർ സ്കൂളിൽ പോവാണ്. ഒരു 4 മണി വരെ അവിടെ സ്പെൻഡ് ചെയ്യണ്ടേ. അവർക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ഇഷ്ടമുള്ള 1-2 സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടല്ല, കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ വൃത്തിയായതുകൊണ്ട് പഠിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സ്, അവരുടെ ഇടപഴകുന്ന ആൾക്കാർ, ഇതെല്ലാവരും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. 1-2 ടീച്ചേഴ്സിനൊക്കെ നല്ല ഇഷ്ടം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവരിങ്ങ് വൃത്തികേടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. കാരണം സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പായിട്ടും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, നമ്മുടെ വീട്ടിലത്തെ പോലെയല്ലല്ലോ. അപ്പോ ഇത്തരം ഒരുപാട് സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് അവൾ പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടെ പഠന വൈകല്യം, അങ്ങനെ പഠന പിന്നോക്കാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ ഒരു അവസ്ഥ പറയാനില്ല. കാരണം അത് ഇപ്പൊ എഴുതാൻ കുറച്ച് പ്രയാസമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വായിക്കാൻ പ്രയാസമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ മാത്സിൽ കുറച്ച് പ്രോബ്ലം അനുഭവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അവരുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കും. അവരുടെ ആത്മവിശ്വാസം കെടുത്തും, ആത്മധൈര്യം കെടുത്തും, അവരുടെ അഭിമാനബോധത്തിനെ അത് വ്രണപ്പെടുത്തും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ അധ്യാപകർ എന്നതിൽ ശരിയായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ പഠിക്കാത്ത കുട്ടികൾ വന്നിട്ട് ബാക്ക് ബെഞ്ചർ ആക്കി പ്രഖ്യാപിക്കുന്ന പ്രവണതയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാത്ത പ്രവണതയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ എനിക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് ടീച്ചേഴ്സ് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, കുട്ടികൾ എന്നോട് കൂട്ടുകൂടുന്നില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങനെ കുറെ തോന്നൽ ആ കുട്ടിയുടെ ഉള്ളിൽ വരികയാണ്. ചില കുട്ടികളുണ്ട്, അവർക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ മാത്രം വയറുവേദന അല്ലെങ്കിൽ തലവേദന ഒക്കെ ഉണ്ടാവുന്ന കുട്ടികളുണ്ട്. ഇത് അവർ കള്ളം പറയുന്നൊന്നുമല്ല, പക്ഷെ അവരുടെ ഒരു സ്ട്രെസ് ഒക്കെയാണ് അവിടെ കാണാൻ നമുക്ക് സാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ കുട്ടികളാണെങ്കിൽ അവർ സാധാരണ കുട്ടികളെക്കാളും പ്രശ്നത്തിലാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സ്ട്രെസ്സിന്റെ ഇടയിൽ പോയി ഇവര് വൈകുന്നേരമാണ് വീട്ടിൽ വരുന്നത്. അത്രയും നേരം ഇവര് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ഇടയിൽ, ഒരുപാട് റൂൾസ് ആൻഡ് നോട്ട്സിന്റെ ഇടയിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇവർക്കൊരു ബ്രേക്ക് വേണ്ടേ? ഉറപ്പായിട്ടും വേണം. അങ്ങനെ ഇവർക്ക് റിലാക്സ് ചെയ്യാൻ, ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ, ഇവര് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ടൈം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വെക്കേഷനെ ഇവർക്ക് അലോട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫാമിലി ബോണ്ടിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട് വെക്കേഷൻ. കാരണം നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മണിക്ക് രാവിലെ വരെ അങ്ങ് ഇറങ്ങാണ് വിട്ടത്, പിന്നെ തിരിച്ചെത്തുന്നത് 5 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകുന്നവരുണ്ടെങ്കിൽ അവർ പിന്നെ 1-1.5 മണിക്കൂർ എൻഗേജ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണി മുതൽ 10 മണി വരെയാണ് ഇവര് നമ്മുടെ കൂടെ ഉണർന്നിരിക്കുന്നത് അല്ലെ, സാധാരണ ദിവസങ്ങളിൽ. ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു WW ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന ഒരു സമയമാണ്. ഹോംവർക്ക് പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്കൂൾ പഠിച്ച സംഗതികളൊക്കെ നമുക്ക് വിട്ട് വന്നിട്ട് പയറ്റേണ്ട ഒരു സമയമാണ്. കാരണം ഇപ്പൊ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ട് സ്കൂളിൽ കൊണ്ട് കാണിച്ചാലും പോരാ, നമ്മുടെ ഫോണും എൻഗേജ്ഡാണ്. കാരണം ഇവര് ഹോംവർക്ക് ചെയ്ത ഫോട്ടോസ്, എഴുതുന്ന വീഡിയോ, ഇതെല്ലാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൊല്ലുന്ന വീഡിയോ, ഇതെല്ലാം എടുത്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. കാരണം ഇല്ലെങ്കിൽ അവരുടെ സ്റ്റാർ വാല്യൂനെ ബാധിക്കും. അപ്പൊ അത് കുട്ടികൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കും. അതിനെന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ വന്ന് നമ്മൾ സെൻഡ് ആയി പോയിട്ടില്ലെങ്കിലൊക്കെ ഇത് കുട്ടികളെ ബാധിക്കണം. അമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ സ്ട്രെസ് വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ ഇടയിൽ എഴുതാൻ മടിയുള്ള കുട്ടികളുണ്ടാവും, പഠിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും, ഇതിനൊക്കെ പഠനപരമായിട്ട് പിന്നോക്കാവസ്ഥ ഉള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ സ്ട്രെസ് വരുന്ന ഒരു സമയമാണ് ഒരു ഈവനിങ് ടൈം എന്ന് പറയുന്നത്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ പറയും വേണ്ട, ഒരാളെ ഇവിടെ എഴുതാൻ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തെ ആള് എന്തെങ്കിലും വേറെ ബിസിനസ്സിന് പോയിട്ടുണ്ടാവും. അയാൾ ഒന്നിൽ എൻഗേജ്ഡ് ആകുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ആള് വേറെ എന്തിനേലും എൻഗേജ്ഡ് ആയിട്ടുണ്ടാവും. ഈ ഒരേ സമയം തന്നെ 2 പേര് അല്ലെങ്കിൽ 3 പേര് നമുക്ക് നോക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഒരു ടൈം കഴിഞ്ഞു, ഒരാളെ പഠിപ്പിച്ചിട്ട് മറ്റേ പഠിപ്പിക്കട്ടെ വിചാരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഉറക്കം വരും സമയം കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ ഒരേ സമയത്തിൽ ഇതിലധികം കുട്ടികളൊക്കെ മാനേജ് ചെയ്യേണ്ട ഒരു അവസ്ഥ അമ്മമാർക്കും അത് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അവരെ സ്നേഹത്തിൽ അല്ലെങ്കിൽ അനുനയത്തിലൊന്നും സംസാരിക്കാനുള്ള മൂഡ് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ബോണ്ടിങ് കുറഞ്ഞു പോകണം. പക്ഷെ ഇതൊന്നും ഒരു ന്യായീകരണമല്ല. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും രാവിലെ എണീറ്റ് വരുന്ന ആ സമയം ഉണ്ടല്ലോ, അപ്പൊ നമ്മള് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി എഴുന്നേൽപ്പിച്ചിട്ട് ഒന്ന് സലാം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് ഒരു നെറുകയിൽ ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് വേണം ഇവരെ പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ വിളിച്ചുണർത്താൻ. അത് നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം. കാരണം നെറുകയിലൊക്കെ കിസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാണ്, ഭയങ്കര കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണത്. എന്നിട്ട് നമുക്ക് കൊഞ്ചിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് അത് കൊഞ്ചിക്കാം അല്ലെ. ഞാനൊക്കെ എപ്പോഴും പാട്ട് പാടിയിട്ടാ കൊഞ്ചിക്കുക. അത് വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, അതങ്ങനെ വന്നു പോകുന്നതാണ്. ഏത് സമയം ഇങ്ങനെ സമയമൊന്നുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് രാവിലെ ഇതേപോലെ എപ്പോഴും ചെയ്യും.
ആദ്യമൊക്കെ ഇതേപോലെ ലിപിയില്ലാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാട്ടുകളൊക്കെ പാടും. പിന്നെ ഒരു ദിവസം പാടിയപ്പോ അറിയാണ്ട് എന്റെ വായിന്നൊരു വരി വന്നു പോയി. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടി. അത് പാടി കഴിഞ്ഞാലാണ് എനിക്ക് ബൈബിൾ എത്തുന്നത്. അങ്ങനെ പാടാൻ പാടില്ലല്ലോ. അങ്ങനെ പാടിക്കഴിഞ്ഞാൽ അത് ഡെയിലി ഞാൻ പാടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, അത് അവിടെ എന്താ പറയാ അവിടെ സ്റ്റോർ ആവും. പിന്നെ അവള് മനസ്സിലാക്കണം, ഓക്കെ എനിക്ക് ഇങ്ങനെ ലൈസൻസ് കിട്ടി, ഞാൻ എങ്ങനെയായാലും പക്ഷെ എന്നെ അക്സെപ്റ്റ് ചെയ്യും, ഇപ്പൊ എനിക്ക് എങ്ങനെ നടക്കാന്നുള്ളൊരു തോന്നൽ അവിടെ വരും. അപ്പൊ തന്നെ ഞാനത് തിരുത്തിപ്പാടി. ഇപ്പൊ ഞാൻ എന്നും പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടിയാണല്ലോ എന്നാ പാടാൻ. അതേപോലെ തന്നെ എന്താണ്, അപ്പൊ എനിക്ക് അതിന് സാധ്യത മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എങ്ങനെയൊക്കെ ആയിത്തീരണം, ഇപ്പൊ എന്റെ മക്കളെ എങ്ങനെയൊക്കെ ആയിത്തീരണം, അവരെ കുറിച്ച് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത്തരം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവണം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കൺസെപ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അത്തരം കൺസെപ്റ്റുകളൊക്കെ ഈ പാട്ട് കൂടെ അങ്ങനെ പാടും. അപ്പൊ ഇത് ഡെയിലി ഇവർക്ക് കേൾക്കുമ്പോൾ ഇതൊരു പോസിറ്റീവ് അഫർമേഷൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കാം. ഞാൻ അങ്ങനെ പാടുമ്പോൾ ഇവരുടെ മുഖത്ത് നോക്കും. അപ്പൊ കണ്ണിലൊരു തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവരുടെ ഭയങ്കര അഭിമാനമാണ് അങ്ങനെ പാടുമ്പോൾ അവർക്ക് എമ്പശിക്ക് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകളുള്ളത്. അപ്പൊ ഞാൻ ഇത്രയും നല്ല കുട്ടിയാണ്, ഇത്ര നല്ലതല്ല എങ്കിൽ പോലും നമ്മൾ അങ്ങനെ പാടണം, ക്രമേണ അവരങ്ങനെ ആയിക്കോളും. അപ്പൊ ആ രീതിയിൽ നമുക്ക് കളിപ്പിക്കുമ്പോഴും എന്താണ് ഇവരുടെ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ രീതിയിലുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ പറഞ്ഞു വന്നത് ബോണ്ടിനെ കുറിച്ചാണ്. രാവിലെ ഇവരെ പിടിച്ചുണർത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പിന്നെ സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലേക്ക് കയറ്റുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു 10 മിനിറ്റ് മുമ്പ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം എണീക്കാൻ മടി ഉണ്ടാവും. രാവിലെ വിളിച്ചുണർത്തിയാൽ എണീക്കൂല, എണീറ്റാൽ തന്നെ ബ്രഷ് ചെയ്യൂല, ബ്രഷ് ചെയ്താൽ തന്നെ കുളിക്കൂല, കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ഫുഡ് കഴിക്കൂല. ഇതൊക്കെ മടി പിടിച്ചിട്ട് ടൈം ലാഗ് ആക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് കിച്ചണിൽ ഡ്യൂട്ടി ഉണ്ടാവും, ഇവരെ പറഞ്ഞേക്കണം, ആ കൂടെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതേപോലെ ചിരിക്കാനൊന്നും തോന്നൂല. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ആത്മനിയന്ത്രണം വിട്ടുപോകും, ദേഷ്യമില്ല. പക്ഷെ എത്ര ഫൈറ്റ് ചെയ്താലും അവർ പോകുന്നതിന് ആ 10 മിനിറ്റ് മുമ്പുണ്ടല്ലോ, അത് നമ്മൾ നല്ല എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ട് ഇതേപോലെ ഹഗ് ചെയ്തിട്ട് സലാം പറഞ്ഞിട്ട് നല്ല കുട്ടിയാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ യാത്ര അയക്കാൻ നോക്കണം. എല്ലാം അതുവരെ ഉണ്ടായ ആ സിറ്റുവേഷൻ മൊത്തം നമ്മൾ മായ്ച്ചു കളയുന്ന രീതിയിൽ ഉള്ളൊരു പെരുമാറ്റം ഇരിക്കണം. ഒരു ഹഗ് കൊണ്ട് ഒരു കിസ് കൊണ്ടൊക്കെ അത് മായ്ച്ചു കളയാൻ പറ്റും. അതുപോലെ തിരിച്ചു വരുമ്പോൾ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഡോർ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ നിർത്തേണ്ടത്, സലാം പറഞ്ഞിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്തിട്ടൊക്കെ വേണം നമ്മൾ അവരെ ആനയിക്കാൻ. ഇതേപോലെ എന്തെങ്കിലും കൊഞ്ചിച്ച് പാട്ടൊക്കെ പാടാൻ പറ്റുമെങ്കിൽ അങ്ങനെ പാടാം. എന്നിട്ട് നമ്മൾ ചായ കൊടുക്കുമ്പോഴാണ് വിശേഷങ്ങളൊക്കെ പറയാനുള്ളൊരു അവസരമാക്കി മാറ്റുന്നത്. ഇതൊക്കെ നമുക്ക് ബോണ്ട് കൂട്ടാനുള്ള ഒരു കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താക്കണം, രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള കുറച്ച് സമയങ്ങൾ ഇതേപോലെ ഹോംവർക്കിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ മൂടൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുമ്പ് നമ്മൾ എന്താക്കണം, അവരുമായിട്ട് നന്നായിട്ട് സംസാരിച്ച് അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടിട്ട് വേണം അവരെ ഓർക്കാൻ. കഥകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കഥകളെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ. കഥകൾ ഒരുപാട് എഫക്റ്റീവാണ്. കഥകൾക്ക് എന്താ പറയാ, കുട്ടികളുടെ ഓരോ തരത്തിലുള്ള ഡെവലപ്മെന്റിനെയും സ്വാധീനിക്കാൻ കഴിയും. ഒരുപാട് സ്വഭാവ രൂപീകരണത്തിലും ഇമോഷണൽ റെഗുലേഷൻ, സോഷ്യൽ സ്കിൽ, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്റ്റോറീസ് ഉണ്ട്. അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് എന്താണ്, സ്റ്റോറി നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ഹോർമോൺ റിലീസിങ് ആ സമയത്ത് നടക്കുന്നുണ്ട്. ഹോർമോൺ, ഹാപ്പി ഹോർമോൺസ് ഒക്കെ ആ സമയത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളോട് ഒരു ബോണ്ട്, ഒരു ഇന്റിമസി, അഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്നും പറ്റുമെങ്കിൽ കഥ പറഞ്ഞു കൊടുക്കാം. കഥകളിലൂടെ അവരുടെ നമ്മൾ ആഗ്രഹിച്ച പോലുള്ള കുട്ടികളെ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനും കഴിയും. നമ്മളോട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനും കഴിയും. മാത്രമല്ല അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഉറങ്ങാനും ശ്രദ്ധിക്കും. ഇതൊരു സാധാരണ ദിവസം, അതായത് നമ്മൾ തിരക്ക് പിടിച്ച സാധാരണ ഒരു ദിവസവും ഈ 4 കാര്യങ്ങൾ രാവിലെ എണീക്കുമ്പോൾ, അതുപോലെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നതിന് തൊട്ട് മുമ്പ്, സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ആ ഒരു സമയത്ത്, അതുപോലെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇങ്ങനെ എന്തായാലും ചെയ്തിരിക്കണം. അതിൽ വേറെ എന്ത് തിരക്കായിക്കോട്ടെ നമ്മൾ ഇതെന്തായാലും 4 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇത്ര ചെയ്യാൻ നമുക്ക് സാധാരണ ഒരു ദിവസം സാധിക്കുള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു അവസരമാണ് വെക്കേഷൻ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടണം. അത് നമുക്ക് പരമാവധി നമ്മളും നമ്മുടെ മക്കളായിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ ശ്രദ്ധിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളല്ലേ. അവരുടെ എല്ലാ കളികളിലും നമ്മൾ പങ്കെടുക്കുക, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മാത്രമല്ല നമ്മൾ പങ്കെടുക്കുമ്പോൾ ആ കളിയുടെ ഒരു രൂപം തന്നെ മാറി മറിയും. നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഇവർക്ക് എന്തൊക്കെ ഇവരുടെ കോഗ്നിറ്റീവ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ പിന്നെ എന്താ പറയാ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഇവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലൊക്കെ
ആ കളിയെ നമുക്ക് വഴിതിരിച്ചുവിടാൻ പറ്റും നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ. അപ്പൊ കളികളിൽ നമ്മൾ ഏർപ്പെടാം. അതുപോലെ ഒരുമിച്ചിട്ട് ഒരു മൂവി കാണാം, എന്താ പറയാ, ബോർഡ് ഗെയിംസ് കളിക്കാം, ചെസ് കളിക്കാം, അന്താക്ഷരി കളിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണ് ഇവിടെ എന്താണ് എന്റെ വീട്ടിൽ ഇവര് മക്കൾ കളിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു അക്ഷരം പറയും, കളിയുടെ പേര് എനിക്കറിഞ്ഞൂടാ. ആ അക്ഷരം വെച്ചിട്ടുള്ള സംസാരങ്ങൾ, അതായത് ഒരാൾ ഒരു അക്ഷരം പറയും, ആ അക്ഷരം വെച്ചിട്ട് മറ്റേ ആൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്റെ പേരെന്താ ചോദിക്കും. അപ്പൊ അതിന് ആ ഇപ്പം പാ എന്നുള്ള ഒരു അക്ഷരമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പാ വെച്ചിട്ട് പേര് പറയണം. ആ ഉപ്പാന്റെ പേരെന്താ ചോദിക്കുമ്പോൾ അതും പാ വെച്ചിട്ട് പറയണം. ഉമ്മാന്റെ പേര് പറയണം. രാവിലെ കഴിച്ചത് എന്താണ്, ഉച്ചയ്ക്ക് കഴിച്ചത് എന്താണ്, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്, പഠിക്കുന്ന വിദ്യാലയത്തിന്റെ പേരെന്താണ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ ആ പാ വെച്ചിട്ടുള്ള ഉത്തരം ഇവര് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ ഞാനിത് വൈസ് ചാൻസലർ കേട്ടതാണ് ഇവർ രണ്ടുപേരും കളിക്കുന്നത്. അപ്പോ എനിക്ക് തോന്നി ഇതിന് നല്ല സാധ്യതകളുണ്ട്. അങ്ങനെ ഞാനും ആ കളിയിൽ പങ്കെടുത്തു. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് എനിക്കിവിടെ ഇവിടുത്തെ ഒരു പരിതാപകരാവസ്ഥ അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ വൊക്കാബുലറി അത്രയും എന്താ പറയാ ഇടുങ്ങിക്കിടക്കുക, വളരെ ചുരുങ്ങിക്കിടക്കുക. അവിടെ നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയും. കാരണം എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ പാ എന്നൊരു അക്ഷരമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവരോട് ഇത് ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്തത് വേറൊരു അക്ഷരം പറയാം, അടുത്തത് വേറൊരു അക്ഷരം പറയാം. അത് കഴിഞ്ഞിട്ട് നാലാമത് എന്ത് ചെയ്യാം, വീണ്ടും ഈ പാ തന്നെ കൊടുക്കാം. അപ്പൊ ആദ്യം പാ കൊണ്ട് പറഞ്ഞ വേർഡ്സ് ഒന്നും പിന്നെ ചോദിക്കുമ്പോൾ പറയാൻ പാടില്ല. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇവരുടെ വൊക്കാബുലറി ഒരുപാട് വർദ്ധിക്കും. ഇത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ വേർഡ്സ് ഒക്കെ അവര് ഓർത്തോർത്ത് വെക്കും. അങ്ങനെ മെമ്മറി സ്കില്ല് കൂട്ടാൻ കഴിയും. വൊക്കാബുലറി വർദ്ധിപ്പിക്കാനൊക്കെ അത്തരം കളികളെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് ബോണ്ട് കൂട്ടാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. എന്തിനാണ് ഈ ബോണ്ട് കൂട്ടുന്നത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതായത് ഈ ബോണ്ടിന്റെ ഒക്കെ പ്രശ്നം നമ്മൾ കൂടുതൽ തിരിച്ചറിയണമെങ്കിൽ ഒരു അഡോളസെന്റ് ടൈം എത്തണം. സ്വാഭാവികമായിട്ടും അഡോളസെന്റ് ടൈമിൽ ഇവര് നമ്മളെ ഒന്ന് വിട്ടുപോകും. ഇവർക്ക് നമ്മളോടുള്ളതിനേക്കാൾ ഇഷ്ടം, അടുപ്പം, കൂട്ടുകൂടാനൊക്കെ ഇഷ്ടം ഇവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. അത് അവരുടെ ഹോർമോണൽ ചേഞ്ച് കൊണ്ടൊക്കെ ആ സമയത്ത് അങ്ങനെ ആയിരിക്കും. അപ്പോ ഈ വീട്ടിൽ നിന്ന് കിട്ടാത്ത കുറെ സംഗതികൾ പുറത്തുനിന്ന് കിട്ടുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് അട്രാക്റ്റഡ് ആയി പോകും. അപ്പൊ നമ്മുടെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനങ്ങൾ പറയുന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സുന്ദരനായിട്ടുണ്ടല്ലോ, ഈ ഡ്രസ്സ് നിനക്ക് നല്ലോണം ചേർന്നുണ്ടല്ലോ, ഒന്ന് ഉഷാറായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പറയണം. ഇതൊന്നും ഇവർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് മനസ്സിന്റെ ഭക്ഷണമാണ് അല്ലെ. നമ്മൾ ശരീരം നന്നാവാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് പോലെ മനസ്സ് എനർജറ്റിക് ആയിട്ട് ജീവനോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് ഓരോ മനസ്സും. അപ്പൊ അത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് പുറത്തോട്ട് പോകും ആരായാലും. ആ ഒരു അഡോളസെന്റ് ടൈമിൽ ഇവരെന്താകും, പിന്നെ ലഹരിക്ക് അടിമപ്പെടാം, അതല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാം. അങ്ങനെ പലതരത്തിൽ ഇവര് വഴിതെറ്റി പോകാനുള്ള എല്ലാ ചാൻസും ആ സമയത്തുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നമ്മളും മക്കളും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ട് എങ്കിൽ ഒരു പരിധി വരെ അതിനെ തടയിടാൻ നമുക്ക് കഴിയും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും അല്ലെ? ഒരു സമയത്ത് എന്തായാലും നമ്മളൊക്കെ മരിച്ചു പോകും. അപ്പൊ ആ മരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഒന്ന് കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉണ്ടാവും നമ്മുടെ മക്കൾ മാത്രമേ ഉള്ളൂ. അത് അവർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യഥാസമയം കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ. അപ്പൊ അതിനാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം എങ്ങനെയൊക്കെ അത് യൂസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എക്സ്പ്ലോറേഷൻ ആൻഡ് ലേണിംഗ്. വെക്കേഷനെ പരമാവധി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു ഫൺ ആൻഡ് ലേണിംഗ് ബാലൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്ത് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴും. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ്പ്ലോർ ചെയ്യുക പറയുമ്പോൾ യാത്രകൾ പോകുക അല്ലെ. യാത്രകൾ നമ്മൾ പോകുമ്പോൾ തന്നെ എന്താക്കണം, കുട്ടികൾ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്യുക അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെയാണ്. ഉറപ്പായിട്ടും കൊണ്ടുപോകണം. അമ്യൂസ്മെന്റ് പാർക്ക്, വാട്ടർ തീം പാർക്ക്, അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോകണം. അതിന്റെ കൂടെ തന്നെ എന്താക്കണം, നമ്മള് മ്യൂസിയത്തിൽ കൊണ്ടുപോകണം, സൂവിൽ കൊണ്ടുപോകണം, അപ്പുറത്ത് സയൻസ് എക്സ്പോ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം, എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ അവരെന്താ പറയാ, അവിടെ ലേണിംഗും കൂടി നടക്കണം. അതിനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നത് നമ്മൾ വെറുതെ ഫൺ എന്ന രീതിയിൽ മാത്രമല്ല, എല്ലാവർക്കും പലതരത്തിലുള്ള പേടികൾ ഉണ്ടാവും അല്ലെ. ചിലർക്ക് ഹൈറ്റ് പേടിയായിരിക്കും, അതല്ലെങ്കിൽ സ്പീഡ് പേടിയുള്ളവരുണ്ടാവും, വെള്ളം പേടിയുള്ളവരുണ്ടാവും. അപ്പൊ അവരെയൊക്കെ അത്തരത്തിലുള്ള പേടികൾ മാറ്റാനോ അതല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനോ ഉള്ള ഒരു ചാൻസ് ആണ് അമ്യൂസ്മെന്റ് പാർക്ക് എന്നൊക്കെ അവർക്ക് കിട്ടുന്നത്. ഒരുപാട് റൈഡുകളിലൊക്കെ
അവരെ കയറി ഇറങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം. അത് അവർക്ക് ഒരുപാട് അനുഭവ സമ്പത്ത് കിട്ടും, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അങ്ങനെ എന്ത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ്, ഒരുപാട് വ്യത്യസ്തരായ ആൾക്കാരെ അങ്ങനെയൊക്കെ കാണാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടും. അങ്ങനെ വേണ്ട, നമ്മുടെ വീടിനടുത്തുള്ള പുഴയോ തോടോ പിന്നെ അല്ലെങ്കിൽ മലയോ പാടോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകാം. അപ്പൊ നീന്തല് പഠിപ്പിക്കാം അല്ലെ, അതൊരു ലൈഫ് സ്കില്ലാണ്, ഒരു പുതിയ സ്കില്ല് പഠിപ്പിക്കലും കൂടിയാണ് നടക്കും. അതുപോലെ തോട്ടിലൊക്കെ പോയിട്ട് മീൻ പിടിക്കുക, അതൊന്നും എത്രത്തോളം ഇപ്പൊ പോസിബിൾ ആണെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നല്ലോ, നമ്മൾ തോട്ടിൽ പോകും, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ കസിൻസുമായിട്ട് ഇങ്ങനെ ഈ തോട്ടുകൊണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോരിയിട്ട് മീൻ പിടിക്കും. എന്നിട്ട് ഈ മീൻ എന്താക്കും നമ്മള്, പിടിച്ച മീനുകളെയൊക്കെ ഒരു ചില്ലുകുപ്പിയിലാക്കി വെക്കും. ഈ ചില്ലുകുപ്പിയില് വീട്ടിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുല്ലുകളൊക്കെ പറിച്ചിടും. ഇതാണ് നമ്മുടെ അന്നത്തെ അക്വേറിയം എന്ന് പറയുന്നത്. ഇത് എന്താക്കും, നമ്മുടെ വീട്ടിൽ പോയി ഷോക്കേസിൽ എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് ഡോറ് തുറന്ന് വെച്ചിട്ട് ഒരാള് പോയിട്ട് ഒരു മിറർ ആണ് ഇങ്ങനെ ലൈറ്റ് അടിച്ചുകൊടുക്കും. ഈ ലൈറ്റിന്റെ പ്രതിഫലനം അപ്പുറത്തെ ചുമരിലേക്കാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നുണ്ട്, നമുക്ക് അവസരം കിട്ടി. നമ്മൾ പരമാവധി എക്സ്പ്ലോർ ചെയ്തൊരു ജനറേഷനാണ്. പക്ഷെ ഇവരെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കൊരു പരിതാപകരാവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം, നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കാം. മല കയറാൻ കൂടെ പോവാം. നമ്മളെ അടുത്തൊക്കെ മലകൾ ഉണ്ടാവും, നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അധികം ഒന്നും അങ്ങോട്ട് ട്രാവൽ ചെയ്യേണ്ടി വരില്ല. ഒന്നും ഒരു ദിവസം മെനക്കെട്ടാൽ പോയി വരാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അത്തരത്തിലൊക്കെ വെക്കേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ത് ചെയ്യുമ്പോഴും അത് പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ സോഷ്യൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ സ്കില്ലിനെ കുറിച്ച് മാത്രമായിട്ട് ഇതേപോലെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവര് വിപിൾ അക്കാഡമിയുടെ ചാനലിൽ പോയിട്ട് കാണും. സോഷ്യൽ സ്കില്ല്, അതിന്റെ പ്രാധാന്യവും എങ്ങനെയൊക്കെ അത് ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാ സോഷ്യൽ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുത്താം കുട്ടികളെ. ചെറിയ ചെറിയ ബാലസംഘങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ സ്കൂളിലായിക്കോട്ടെ, മദ്രസയിലായിക്കോട്ടെ, നമ്മുടെ അയൽക്കൂട്ടത്തിലായിക്കോട്ടെ, പിന്നെ ചെറിയ ചെറിയ ബാലസംഘങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെ പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ഇപ്പൊ സ്കൂളിൽ ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്ത് ചെയ്യാം, പരമാവധി പുറത്തു കൊണ്ടുപോവുക, പാർട്ടികളില് ഫംഗ്ഷനുകളില് അങ്ങനെയൊക്കെ പുറത്തു കൊണ്ടുപോവാം. കളികൾ കളിക്കുക, കളികളിലൂടെ തന്നെയാണ് ഒരുപാട് സോഷ്യൽ സ്കില്ലുകൾ കുട്ടികൾ നേടിയെടുക്കുന്നത്. അപ്പൊ ക്യാമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, വെക്കേഷൻ ക്യാമ്പുകൾ, അങ്ങനെയുള്ളതിനൊക്കെ പരമാവധി പങ്കെടുപ്പിക്കാം. അവര് സംസാരിക്കുന്നത്, ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത്, കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നത്, ലാംഗ്വേജ് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്, അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സോഷ്യൽ സ്കില്ലിലൂടെ അവർ നേടിയെടുക്കുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്തെടുക്കുന്നത് സോഷ്യൽ സ്കില്ലിലൂടെ മാത്രമാണ്. അത്തരത്തിലുള്ള കുട്ടികൾക്കാണ് ഭാവിയിൽ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ, ഒരു സ്ഥാപനത്തേക്ക് മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിന് കിട്ടുന്ന ഒരു അവസരമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഫ്രീ ആണല്ലോ, നമുക്ക് എന്തും സ്കൂളിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും അവിടെ വരുന്നില്ല, നമുക്ക് എന്തും പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. കളികൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഗ്രൂപ്പ് പ്ലേ ഒക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെ അങ്ങനെയുള്ള പ്ലേ ഒക്കെ കളിക്കുമ്പോൾ അവിടെയൊക്കെ എപ്പോഴും പിന്നെ സോഷ്യലൈസേഷനുള്ള അനന്തമായ സാധ്യതകളാണ് കുട്ടികൾക്ക് തുറന്നു കിട്ടുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെ, അത് ഏറ്റവും വേണ്ടത് എന്നൊരു സംഗതിയാണ്. സ്കൂളുകളിലൊന്നും അത് പഠിപ്പിക്കുന്നില്ല. അത് നമ്മൾ ഇത്തരത്തിലുള്ള കളികളിലൂടെയും ഇത്തരത്തിലുള്ള യാത്രകളിലൂടെയും പരമാവധി ലോകം കാണുന്നതിലൂടെയൊക്കെയാണ് കുട്ടികൾ അത് നേടിയെടുക്കുന്നത്. അതായത് അവനവന്റെ ഇമോഷൻസ് തിരിച്ചറിയാം. എനിക്കിപ്പോ എന്താണ് വന്നിട്ടുള്ളത്, സങ്കടമാണോ, ദേഷ്യമാണോ, സന്തോഷമാണോ, എന്താണ് വന്നിട്ടുള്ളത്, അത് പ്രകടിപ്പിക്കാൻ അവരെ പ്രാപ്തമാക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ തിരിച്ചറിയാൻ കൂടെ കുട്ടികളെ പഠിപ്പിക്കാം. അതൊക്കെ ഈ സോഷ്യൽ സ്കില്ലുകളിലൂടെ തന്നെയാണ് കുട്ടികൾ നേടിയെടുക്കുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരാളുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാന്ന് വിചാരിക്കാം. അപ്പൊ ചെറിയ ആള്, വീട്ടിലെ ചെറിയ ആള് വലിയ ആളുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ചെറിയ ആള് സ്വാഭാവികമായിട്ട് കരയും, എനിക്ക് കേക്ക് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അല്ലെ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കരയിലാവില്ല, വാശി പിടിക്കലൊക്കെ ആയിരിക്കും, പിന്നെ ദേഷ്യം അങ്ങനെയൊക്കെ ആയിട്ടാണ് പ്രകടിപ്പിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഇപ്പൊ നിനക്ക് ഉണ്ടായത് ദേഷ്യമല്ല, സങ്കടമാണ്. അപ്പൊ നീ വാശി കാണിക്കല്ല വേണ്ടത്. ഇപ്പൊ കുട്ടിക്ക് സങ്കടം വന്നിട്ട് അപ്പൊ കുറച്ചു നേരം അങ്ങോട്ട് മാറി നിന്നിട്ട് ഒന്നിട്ടറിയാം. എനിക്കിങ്ങനെ പറയാം, നമ്മളിപ്പോ പിന്നെ നമ്മുടെ ബ്രദറിന്റെ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്, നമ്മുടെ അല്ല. അപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളാണ് കേക്ക് കട്ട് ചെയ്യുന്നത്, പക്ഷെ അവരുടെ ബർത്ത്ഡേക്ക് അവരാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പൊ അവർ കരഞ്ഞിട്ടൊന്നുമില്ല, ബഹളം വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല.
അപ്പൊ ഇപ്പൊ അവർക്ക് നമ്മൾ ചാൻസ് കൊടുക്കണം. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ എന്റെ ബർത്ത്ഡേ വരും. അപ്പോഴാണ് നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ അവരുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അവരുടെ ഇമോഷൻസിനെ തിരിച്ചറിയും, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ അവര് പഠിക്കും. ഈ രീതിയിലൊക്കെ ഉള്ള വെക്കേഷൻ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും, ആ രീതിയിലൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ഇമോഷണൽ റെഗുലേഷൻ നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കുക. അതുപോലെ ബോർഡർ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കാണാൻ ശ്രദ്ധിക്കാം. അതായത് ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുക അല്ലെ. അതായത് ഒരുപാട് കൾച്ചറുകളുണ്ട്, പലതരത്തിലുള്ള മതങ്ങളുണ്ട്, പല വിശ്വാസത്തിലും ജീവിക്കുന്നവരുണ്ട്, പല ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പല വേഷവിധാനത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ മലപ്പുറത്തുള്ള ആ സംസാര രീതി ഒന്നും അല്ല കോഴിക്കോടോ തൃശ്ശൂരോ എറണാകുളത്തോ അല്ലെങ്കിൽ കാസർഗോഡ് കണ്ണൂര് തിരുവനന്തപുരത്തൊന്നും ഉള്ളത്. ഇപ്പൊ കേരളത്തിൽ തന്നെയുള്ള ജില്ലകളല്ലേ, പക്ഷെ മലയാളമാണ് എല്ലാവർക്കും സംസാരിക്കുന്നതെങ്കിൽ പോലും അവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഡിഫറെന്റ് ആണ് അല്ലെ. നമ്മുടെ ഭാഷ മുഴുവനായിട്ട് മാറി. പിന്നെ സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്, ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, വേഷത്തിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളാണ് വരുന്നത്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ എന്തായാലും ഡിഫറെന്റ് ആയി. അപ്പൊ ഇത്രയും വ്യത്യസ്തതകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതല്ലെങ്കിൽ ആൾക്കാരുടെ ഒരുപാട് വ്യത്യസ്തതകളുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ചിലര് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ, അല്ലെങ്കിൽ ചിലർ പെട്ടെന്ന് കാര്യം. ചില ആളുകളുണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടായാൽ പോലും നമുക്കത് മനസ്സിലാവില്ല, അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഒരു സമയത്ത് നമുക്കത് പക പോക്കും, നമ്മളത് മറന്നിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഓരോ ആൾക്കാരെയും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക എന്നറിയണമെങ്കിൽ ഓരോ മനുഷ്യന്മാരെയും കാണേണ്ടി വരും. വ്യത്യസ്ത ആളുകൾ ഉള്ള ആൾക്കാരുടെ പ്രകൃതം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വ്യത്യസ്തതകളെ വൈജാത്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ വിശാലമായ അർത്ഥത്തില് പിന്നെ നമ്മുടെ ചുറ്റുപാടിനെയൊക്കെ നോക്കിക്കാണാൻ അവർക്ക് അവസരം കൊടുക്കുക. അങ്ങനെയാണ് അതിനു കൂടിയുള്ള ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉറപ്പായിട്ട് എന്താണ് ഫൺ ആൻഡ് എൻജോയ്മെന്റ് എന്നാ. കുട്ടികൾ ഉറപ്പായിട്ടും വിചാരിക്കും ഫൺ ആൻഡ് എൻജോയ്മെന്റ് തന്നെയാണ്. വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഫൺ ആൻഡ് എൻജോയ്മെന്റ് മാത്രമാണ്. എത്രത്തോളം ആസ്വാദികരമാക്കാൻ പറ്റുമോ. അതിപ്പോ എന്താ പറയാ, പാർട്ടികളിൽ പങ്കെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, അതിനിടയിൽ കളികളിൽ പങ്കെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, ട്രിപ്പ് അടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, എത്രത്തോളം ഫണ്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം ഫണ്ട് അവർ കൊണ്ടുവരട്ടെ. അത്രത്തോളം ലൈഫ് ലോങ് മെമ്മറീസ് അവർ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇപ്പൊ ആണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു കാലമായതുകൊണ്ട് വീഡിയോ എടുക്കാം അല്ലെ, റീൽസ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ഒരു സമയമാണ്. അത്തരത്തിലൊക്കെ മെമ്മറീസ് പരമാവധി ലൈഫ് ലോങ് മെമ്മറീസ് അവർ ഉണ്ടാക്കിയെടുക്കട്ടെ. വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ ഒന്ന് റീചാർജ് ചെയ്യണം, ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ. നമ്മുടെ ഫോണാണെങ്കിലും ഒന്ന് റിഫ്രഷ് ചെയ്താലല്ലേ പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് പുതിയ വർഷം തുടങ്ങുമ്പോൾ, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവര് എല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ, ഒന്ന് റീചാർജ് ചെയ്യട്ടെ, നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് വെക്കേഷൻ കൊടുത്തിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എന്ത് വേണം, വെക്കേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇനി വെക്കേഷൻ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴും കുട്ടികളുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ തന്നെ നമുക്ക് അവിടെ ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മള് അക്കാഡമിക് ആയിട്ട് അല്ലെങ്കിൽ ആർട്സ്, സ്പോർട്സ്, വൊക്കേഷണൽ സ്കില്ലുകൾ, ലൈഫ് സ്കില്ലുകൾ, ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ സാധാരണ ഒരു സ്കൂൾ ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചെത്തുന്നത്, അതിന്റെ ഇടയിൽ സ്കൂളിൽ ഫുൾ എൻഗേജ്ഡ് ആണ്. വൈകുന്നേരം വീട്ടിൽ വന്ന കുറച്ച് മണിക്കൂറുകളെ നമുക്ക് അവർ കിട്ടുന്നുള്ളൂ. ഇതിനിടയിൽ നമുക്ക് അവരെ കഥ പഠിപ്പിക്കാനോ പാട്ട് പഠിപ്പിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല. അപ്പൊ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റേജ് ആയിട്ട് നമ്മൾ കാണും. നമുക്കറിയാം നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് തയ്യാറെടുപ്പുകൾ നടത്തുക. അവരുടെ അഭിരുചിയും അവരുടെ ഇഷ്ടം അറിഞ്ഞിട്ട് അവരുടെ കഴിവും തിരിച്ചറിഞ്ഞിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് എത്രത്തോളം പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അത്രത്തോളം ആക്ടിവിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യാം. പാട്ട് പാടുന്നവരാണെങ്കിൽ ഏതൊക്കെ പാട്ട്, ലളിതഗാനാണോ അവർ ശാസ്ത്രീയ സംഗീതമാണോ, ഏതാണ് അവർ പാടുന്നത് വെച്ചാൽ അത്തരത്തിലുള്ള കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്യാം. പിന്നെ ഡാൻസ് ആണെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച്, ഏതിലാണോ കഴിവുകൾ അത്തരത്തിലുള്ള കഴിവുകൾ തെരഞ്ഞെടുത്ത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനാണ് എന്റെ കുട്ടി പങ്കെടുക്കുന്നത് നമുക്കൊരു ലിസ്റ്റ് വേണം, നമുക്കൊരു ധാരണ വേണം. അതിനനുസരിച്ചിട്ട് അത്തരത്തിലുള്ള അക്കാഡമികളുടെ ചേർക്കുക, അത്തരത്തിലുള്ള ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക, അത്തരത്തിലുള്ള ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യും. അങ്ങനെ അവര് വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും അവർക്ക് സ്കില്ല്, ഇപ്പൊ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സിലുള്ള അത്തരത്തിലുള്ള അവരുടെ സ്കില്ലും കാര്യങ്ങളും തിരിച്ചറിഞ്ഞത്
ഇൻട്രസ്റ്റ് ഒക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം എന്തിനാണ് താല്പര്യം നോക്കിയിട്ട് അത്തരത്തിലുള്ള സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അക്കാഡമിക് അവരെ കൊണ്ടുപോയാക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകളൊന്നും കട്ട് ചെയ്യാതെ പിന്നെ ഈ ആർട്സിനായാലും സ്പോർട്സിനായാലും പ്രിപ്പയർ ചെയ്യിക്കാൻ പറ്റും. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇവയൊക്കെ ഈ ആർട്സ് സ്പോർട്സ് ഒക്കെ വരുമ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ മിസ്സാവും. കാരണം അപ്പോഴായിരിക്കും ഇതിന്റെ പ്രാക്ടീസ് നടത്തുക. പക്ഷെ നമ്മൾ വെക്കേഷനെ ഇത് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വീക്കെൻഡിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഒന്നും കട്ട് ചെയ്യാതെ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ സുഖസുന്ദരമായിട്ട് ആർട്സിനെയും സ്പോർട്സിനെയൊക്കെ വരവേൽക്കാൻ കഴിയും. അപ്പോൾ അത്തരം ആർട്സ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കൂൾ എന്തൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് അതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ലുകൾ പഠിച്ചെടുക്കാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ വെക്കേഷനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ അക്കാഡമിക് സ്കില്ലുകൾ ഉണ്ടാവും. ഇപ്പോ ചില കുട്ടികൾക്ക് അത് രണ്ട് തരത്തിലാണ്. ഏതിലാണ് ഇവര് വീക്ക് ആയിട്ടുള്ളത് നമ്മൾ നോക്കണം, ഏതിലാണ് നന്നായിട്ട് പെർഫോം ചെയ്യാമെന്ന് നോക്കണം. രണ്ടിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. സാധാരണ നമ്മൾ വീക്ക് ആയതിന് മാത്രം ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയല്ല. വീക്ക് ആയതിന് ഓഫ്കോഴ്സ് ഒരു പാസ് മാർക്ക് വാങ്ങിക്കണ്ടേ, അപ്പൊ അതിനുള്ളൊരു പ്രാക്ടീസ് അവിടെ എന്തായാലും കൊടുക്കണം. നല്ല പെർഫോം ചെയ്യുന്നതിൽ അതിന് മാസ്റ്റർ ആവാനുള്ള പിന്നെ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കണം. ചില കുട്ടികൾക്ക് ഹാൻഡ് റൈറ്റിംഗിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അവർക്ക് അതിന് കിട്ടുന്ന ഒരു ചാൻസ് ആണ്, ഹാൻഡ് റൈറ്റിംഗ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് ഇത് വെക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ചില കുട്ടികൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടാവും, എഴുതാൻ പ്രയാസം ഉണ്ടാവും, കണക്കിൽ പ്രയാസം ഉണ്ടാവും. ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ. അതുപോലെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമുക്ക് ഇല്ല ഇംഗ്ലീഷ് ഭാഷയുടെ ഒക്കെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ സമയത്ത് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ചേർക്കുന്ന ഒരു സമയമാണ്. അപ്പൊ സ്പോക്കൺ ഇംഗ്ലീഷിനൊക്കെ നമുക്ക് ചേർക്കാം. കുട്ടികളെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇഷ്ടം പോലെ. നമുക്ക് അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് അതിനവരെ പറഞ്ഞേക്കാം. അങ്ങനെ അക്കാഡമിക് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയമാക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കാം. അതുപോലെ ഒരുപാട് ലൈഫ് സ്കില്ല് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. അത് അധികം അങ്ങനെ അത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ചില ആൾക്കാർ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഗാർഡനിങ്, കുക്കിംഗ്, ഡ്രൈവിംഗ്, സ്വിമ്മിങ്, സ്വീവിംഗ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വെക്കേഷൻ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അത് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു കുക്കിംഗ് ആണ് വിചാരിക്കുക. ഒരു 3-4 വയസ്സൊക്കെ ഉള്ള കുട്ടീനെ കൊണ്ട് എന്ത് കുക്കിംഗ് നടക്കുക? അപ്പൊ അവരുടെ പ്രായത്തിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വെജിറ്റബിൾസ് കഴുകാൻ പഠിപ്പിച്ചൂടെ? വെജിറ്റബിൾസ് കഴുകാൻ പഠിപ്പിക്കാമല്ലോ. ക്രമേണ വലുതാവും. ഒരു 6-7-8 വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ കൊണ്ട് ഇത് കട്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം സാലഡ് ഉണ്ടാക്കാൻ പഠിപ്പിക്കാം. അവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ അവരെ കൊണ്ട് തന്നെ സെർവ് ചെയ്യിക്കാം. നമ്മൾ അവരെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അവർക്ക് വീണ്ടും വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കിട്ടും. വീണ്ടും വീണ്ടും അവർ ചെയ്യാനുള്ള താല്പര്യം കാട്ടും. ക്രമേണ ആ ഒരു ഏജിലുള്ളവർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ഓരോ കിച്ചൺ ഡ്യൂട്ടീസും മുഴുവനായിട്ടും ചെയ്യാൻ കഴിയില്ലെങ്കിലും ടാസ്കുകളാക്കിയിട്ടിരിക്കും. ഇപ്പൊ നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ ഇവർക്ക് ബോൾസ് ഉണ്ടാക്കാൻ കഴിയണം. ബോൾസ് ഉണ്ടാക്കാൻ പറയാം, മെഷീനിൽ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ കഴിയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇവരെയും കൂടെ ഭാഗഭാക്കാക്കാം. ക്രമേണ എന്ത് ചെയ്യണം, ഇത് ചുടാനും പഠിപ്പിക്കണം. അങ്ങനെ ആ പ്രോസസ്സ് ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ഇവരെ കൊണ്ട് പ്രായത്തിനനുസരിച്ചിട്ട് ചെയ്ത് പഠിപ്പിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, കുക്കിംഗ് പഠിപ്പിക്കുമ്പോൾ തന്നെ ഇത് ഒരിക്കലും പെൺകുട്ടികൾക്കുള്ളതല്ല. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ കുക്കിംഗ് പഠിപ്പിക്കണം. കാരണം ഇതൊരു ലൈഫ് സ്കില്ലാണ്. ഇവര് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ അതല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ നേരത്തെ കുക്കിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് അല്ലേ? ഇല്ലേ? ഇവർ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവും, കുറച്ചും കൂടി ആത്മവിശ്വാസം കൂടും, ലൈഫ് കുറച്ചും കൂടെ ഈസി ആവും. ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രായത്തിനനുസരിച്ച് ചെറിയ മക്കളാകുമ്പോൾ സൈക്ലിംഗ് പഠിക്കട്ടെ, അല്ലെ? ക്രമേണ അവരുടെ പ്രായത്തിനനുസരിച്ച് വലിയ വലിയ വാഹനങ്ങൾ പഠിച്ചെടുക്കാം. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ എന്തായാലും, ആൺകുട്ടികൾ എന്തായാലും പഠിക്കും, പെൺകുട്ടികളായിരിക്കും പിന്നെയും കുറച്ചൊക്കെ പിറകോട്ട് നിൽക്കാം. ഇപ്പൊ അങ്ങനെ ഇന്നലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ പെൺകുട്ടികളൊക്കെ എന്തായാലും ഡ്രൈവിംഗ് പഠിപ്പിക്കുക. അവർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ കഴിയണം. അവരുടെ ലൈഫ് കുറച്ചും കൂടെ ഈസി ആവും. അതുപോലെ തന്നെ വീട്ടിൽ തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കാം, അല്ലെ? സേവിംഗ് ഒക്കെ പഠിപ്പിക്കാം. കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ലൈഫ് ഈസി ആക്കാന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സിന് ചെറിയൊരറ്റം ഒരു ഇത്തിരി വിട്ടുപോയി എന്ന് വിചാരിക്കാം. അത് ട്രെയിലർ എടുത്ത് കൊണ്ടുപോയാൽ അയാൾ സ്റ്റിച്ച് തരില്ല. കാരണം അയാൾക്ക് വേറെ തന്നെ ഉണ്ടാവും ഇഷ്ടംപോലെ വീട്ടിൽ. അതിന്റെ ഇടയിൽ നമ്മൾ ഇത്തിരി വിട്ടുപോയ ഡ്രസ്സ് ഒന്ന് തയ്ച്ചു തരാൻ അവർക്ക് റെഡി ആവില്ല. നമ്മുടെ വീട്ടിലെ മെഷീനിൽ നമുക്ക് ആരെയും കൈകാലം പിടിക്കണം, നമുക്ക് തന്നെ അത് ചെയ്തു തീർക്കാം. നമ്മൾ കുറച്ച് പേര് ഇൻഡിപെൻഡന്റ് ആവണം.
ക്രമേണ നമ്മുടെ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് തന്നെ പിന്നെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ചെയ്യും അല്ലെ. അവരുടെ പ്രായത്തിനനുസരിച്ച് പിന്നെ ടൈലറിംഗ് ഒക്കെ പഠിപ്പിക്കാം. അതൊരു വൊക്കേഷണൽ സ്കില്ല് കൂടിയാണ്. ഭാവിയിൽ അവർക്ക് അവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ അത് തിരഞ്ഞെടുക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ ടൈലറിംഗ് ഒക്കെ പഠിപ്പിച്ചെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ എന്താക്കാം, നീന്തൽ പഠിപ്പിക്കാം. അതൊരു ലൈഫ് സ്കില്ലാണ്. നമുക്ക് അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഗാർഡനിങ് പഠിപ്പിക്കാം. ഗാർഡനിങ് എന്ന് പറഞ്ഞാല് അതിന് ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. കൃഷിയൊക്കെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാം. അതായത് കുട്ടികളുടെ മനസ്സ് കുറച്ചും കൂടെ എന്താണ് വിശാലമാകും. അവരുടെ കാഴ്ചപ്പാടുകൾ കുറച്ചുകൂടെ നന്നാവും. കുറച്ചുകൂടെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കും. കുറച്ചുകൂടി സഹാനുഭൂതി ഉണ്ടാകും. കുറച്ചുകൂടി ആർട്ടിസ്റ്റിക് മൈൻഡ് ആവും അവരുടേത്. ഇപ്പൊ ഞാൻ എന്റെ ചെറിയ മോളോട് പറയേണ്ടത് 5 വയസ്സായിട്ട്. അപ്പൊ അവളാണ് പിന്നെ ചെടി നനയ്ക്കുന്ന ഡ്യൂട്ടി അവർക്കാണ്. ഇപ്പൊ രാവിലെ ചെടി നനയ്ക്ക് പോയിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യില്ല. ഞാൻ എങ്ങനെയാ പറയും, മിസ്സിനെ പറയും, ആ ചെടികളൊക്കെ കിട്ടുന്ന വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഒട്ടും വെള്ളം കിട്ടിയിട്ടില്ല, അപ്പൊ ഭയങ്കര ദാഹം ഉണ്ടാവും. രാവിലെ നമ്മുടെ ചായ കുടിക്കുന്നല്ലേ, നമുക്ക് നല്ല ദാഹം ഉണ്ടാവും. അപ്പൊ എന്നോട് ചോദിച്ചു, ചെടിക്ക് ദാഹിക്കപ്പോ എനിക്ക് ജീവൻ ഉണ്ടാവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിന്റെ പുസ്തകത്തിൽ നീ പഠിച്ചിട്ടില്ലേ, ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് പഠിച്ചിട്ടില്ലേ, അതിൽ ട്രീ ഉണ്ടോന്ന് ചോദിച്ചിട്ട്, ലിവിങ് തിങ്സിന് ട്രീ ഉണ്ട്. ആ ട്രീ ഉണ്ട്. അപ്പൊ ട്രീ എന്നല്ലേ പ്ലാന്റും അത് പെട്ട തന്നെയല്ലേ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാകട്ടെ, ശരിയാ. എന്നോട് പറഞ്ഞു, അപ്പൊ അതെങ്ങനെയാ അപ്പൊ അതിന് ജീവൻ ഉണ്ടാകാൻ കണ്ണും മൂക്കൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അത് കണ്ണും മൂക്കും തന്നെ വേണമെന്നില്ലല്ലോ, അത് പിന്നെ വളരുന്നുണ്ടല്ലോ, അതിൽ ഇലകൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്, വേറെ ഇലകൾ ഉണ്ടാവുന്നുണ്ട്, പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന് ജീവനില്ലേ. വെള്ളം ഒഴിച്ചിട്ടില്ലേ ഉറപ്പായിട്ട് അത് വാടിപ്പോകും. ജീവനുള്ളത് കൊണ്ടല്ലേ. അപ്പൊ നീ പോയിട്ട് ചെടി നനയ്ക്കെന്ന് പറയുമ്പോ അപ്പൊ അത് കുറച്ചും കൂടി എന്താണ് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഒരു പുണ്യകർമ്മമാണ് അല്ലെ, ചെടിക്ക് വെള്ളം കൊടുക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ അതിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടി അത് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ലൈഫ് സ്കില്ലുകൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വൊക്കേഷണൽ സ്കില്ലുകൾ, ഇപ്പൊ ഇത് ഈ പറഞ്ഞതുപോലെ എന്താണ് സ്വീഡിങ്, ടൈലറിംഗ് പഠിപ്പിക്കുന്നത് അതൊരു വൊക്കേഷണൽ സ്കില്ലാണ്. അതുപോലെ ചില കുട്ടികൾ പെറ്റ്സിനെ വളർത്താൻ ഇഷ്ടമുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് പെറ്റ്സിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പെറ്റ്സിനെ വാങ്ങിക്കൊടുക്കാം. അതവർക്കൊരു വെറുതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് കൂടെ പറഞ്ഞു കൊടുക്കണം. അതൊരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കില്ല. അപ്പൊ നമുക്കൊക്കെ തന്നെ ചെറുപ്പത്തിൽ ഒരുപാട് സ്കില്ലുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള മാർഗം നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം. നമുക്ക് അതിലൂടെയൊക്കെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ കൂടെ പഠിപ്പിക്കണം. അപ്പൊ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും, അവർക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു അതിനെ മാർക്കറ്റ് ചെയ്യാൻ കൂടെ പഠിപ്പിക്കാം. അല്ലെ, അപ്പൊ ഞാനിവിടെ ഇവർക്ക് ഇഷ്ടമാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവര് ചെയ്യാറുണ്ട് അങ്ങനെ കുട്ടികൾ. അപ്പൊ അത് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യാൻ കൂടെ വരെ നമ്മൾ പഠിപ്പിക്കണം. കാരണം വെറുതെ സ്കില്ല് ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ സ്കില്ലിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ചെറുപ്പത്തിലെ നമ്മൾ നേടിയെടുക്കണം. നെഗോഷിയേറ്റ് ചെയ്യാൻ ഇതൊന്നും നമ്മളെവിടെ പഠിപ്പിക്കില്ല. അതുപോലെ തന്നെ മണി മാനേജ്മെന്റ് പറഞ്ഞെടുക്കണം. അപ്പൊ നിനക്ക് ഇപ്പൊ ഈ ചെറിയ മക്കൾ വെക്കേഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചെറിയ മക്കൾ ചെറിയൊരു ഷീറ്റൊക്കെ വലിച്ചിട്ട് അവരുടെ പെട്ടിക്കട പോലെ നടത്തും. കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങൾ ഉണ്ടാവും, കുറച്ച് അച്ചാറുകൾ ഉണ്ടാവും, മിഠായികൾ ഉണ്ടാവും, ചിലപ്പോ ഒരു തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവര് ചെറിയൊരു ഷോപ്പ് പോലെ തുടങ്ങുന്ന. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം അവർ ലൈഫ് സ്കില്ല്, ഒരു വൊക്കേഷണൽ സ്കില്ലൊക്കെയാണ് അവർ പഠിച്ചെടുക്കുന്നത്. ആൾക്കാരായിട്ട് എങ്ങനെ പിന്നെ ക്രയങ്ങൾ പഠിച്ചെടുക്കുകയാണ് അല്ലെ, അപ്പൊ പൈസ ക്രയങ്ങൾ പഠിച്ചെടുക്കുകയാണ്, നെഗോസിയേഷൻ പഠിച്ചെടുക്കുകയാണ്, സോഷ്യൽ സ്കില്ല് അച്ചീവ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ അവർ നേടിയെടുക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതിനവരെ എൻകറേജ് ചെയ്യുക, അതിന്റെ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഓഫ്കോഴ്സ് നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മൾ സ്കില്ലുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. അക്കാഡമിക് സ്കില്ലുകളുടെ കാര്യം പറഞ്ഞു, വൊക്കേഷണൽ സ്കില്ലുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ പിന്നെന്താ പറഞ്ഞത്, ലൈഫ് സ്കില്ലുകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ നമ്മൾ റീഡിങ്ങിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ. സാധാരണ ദിവസം നമുക്കത് കഴിഞ്ഞോളന്നില്ല, കാരണം നമുക്ക് സ്കൂളിൽ തന്നെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും, ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ റീഡിങ് ചിലപ്പോൾ സമയം കിട്ടേണ്ടി വരില്ല. നമുക്ക് വെക്കേഷൻ അതിന് പറ്റുന്ന ഒരു സമയമാണ്. ലൈബ്രറിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് കൊടുത്താൽ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. അവർ നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്നൊക്കെ അവർക്ക് സ്വയം തോന്നി തുടങ്ങും. അങ്ങനെ അത് അവർക്ക് വായിക്കാനൊക്കെ പ്രോത്സാഹനം കിട്ടും. നമ്മൾ പറയാറില്ലേ, വായിക്കാത്ത ഒരാൾക്ക് ഒരു ജീവിതമുണ്ട്, പക്ഷെ വായിച്ചവന് 100 ജീവിതങ്ങളുണ്ട് നമ്മൾ പറയാറ്. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത മുറിവുകളുടെ നെച്ചലുകള്, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത സംഘർഷങ്ങളുടെ ചുടികള്,
നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അമ്മയുടെ സ്നേഹം, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത അച്ഛന്റെ വാത്സല്യം, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രണയത്തിന്റെ മധുരം ഒക്കെ നമുക്ക് എന്താണ് വായനയിലൂടെ കിട്ടും. നമ്മുടെ കാഴ്ചപ്പാട് ഒരുപാട് വിശാലമാകും, നമ്മുടെ ലോകം ഒരുപാട് വലുതാകും. വ്യത്യസ്ത തരത്തിലുള്ള ആളുകളെ, വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളെ, ഒരുപാട് വൈചാത്യങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കും. നമ്മളെ ഒന്നുകൂടെ നമ്മളെ മനസ്സ്, ചിന്തകളൊക്കെ എന്താണ് വിശാലമാകും വായനയിലൂടെ. ഇതൊക്കെ കുട്ടികൾ നേടിയെത്തി. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഏജ് ആണല്ലോ, അവരുടെ ഡെവലപ്മെന്റൽ ഏജ് ആണ്. അപ്പൊ ആ സമയത്ത്, അതായത് ഒരു 3-4 വയസ്സുള്ള സമയത്തിന് നമ്മൾ ബുക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ എന്റെ മോള് അക്ഷരം പഠിച്ചു വരുന്നേ 5 വയസ്സാണ്. അപ്പൊ അവരുടെ സ്കൂളിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നേ ഉള്ളൂ, എല്ലാ ലെറ്റേഴ്സ് പഠിപ്പിച്ചിട്ടില്ല. ഇവർക്ക് ഞാനൊരു ബുക്ക് കൊടുത്തു, രണ്ടാം ലൈബ്രറി ഒരു ചെറിയ നോവൽ, പിന്നെ കുട്ടികൾക്കുള്ള നോവൽ കിട്ടുന്ന കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ ഇത് വായിച്ചു കൊടുത്തു. അത് 2-3 ദിവസം കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇത് വായിച്ചു കൊടുത്തു. അപ്പൊ ഇവർക്ക് നല്ല ഇഷ്ടം. വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പിറ്റത്തെ ദിവസം എന്നോട് പറഞ്ഞു അതൊന്നും കൂടെ വായിച്ചു തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വായിച്ചു തരില്ല, ഇനി നിങ്ങളാണ് വായിക്കുന്നത്. കഥ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വായിച്ചു തന്നു, ഇനി നിങ്ങൾ വായിക്കണം. അപ്പൊ ഇയാൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ചെറിയ ആള് അക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചിട്ടൊന്നുമില്ല, തപ്പി പിടിച്ചിട്ട് ഓരോന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോ അതുവരെ പഠിക്കാത്ത അക്ഷരങ്ങളും അതുവരെ പഠിക്കാത്ത ചിഹ്നങ്ങളൊക്കെ അവൾ പഠിക്കാൻ തുടങ്ങി. 3-4 ചിഹ്നങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞു. അക്ഷരങ്ങൾ പലതും പഠിച്ചു കഴിഞ്ഞു സ്കൂളിൽ പഠിപ്പിക്കാത്തത്, ഈ വായിക്കാനുള്ള താല്പര്യം കൊണ്ട്. നമ്മളതിനെ പരമാവധി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ വായനയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവരുടെ ലെറ്റേഴ്സ് വേഗത്തിൽ പഠിക്കും, അല്ലെ? ആദ്യം വേർഡ് വായിക്കാനായിരിക്കും പഠിക്കുക, പിന്നെ സെന്റൻസ് വായിക്കാൻ പഠിക്കും, ഒരുപാട് ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പഠിക്കും. ഇത് അവരുടെ അക്കാഡമിക് സ്കില്ലുകൾ പെട്ടെന്ന് അക്വയർ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെറുതെ വായിക്കല്ല, വായിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചറിയും. അപ്പൊ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മെമ്മറി സ്കില്ല് കൂട്ടും. വായിച്ച കാര്യങ്ങൾ പറയാന്ന് പറയുമ്പോൾ അല്ലെ, അതിന് പറയാനുള്ളത് കഴിവന്നെ. സംസാരശേഷി അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ അവിടെ, അല്ലെങ്കിൽ സ്റ്റോറി ടെൽ ചെയ്യാനുള്ള കഴിവൊക്കെ അവിടെ വികസിപ്പിച്ചു വരികയാണ്. അതുപോലെ നമ്മൾ എന്താക്കണം, ഇവരോട് പറയാം, ഈ വായിച്ചതിനെ കുറിച്ച് ഒരു വായന കുറിപ്പ് എഴുതാൻ ചോദിക്കാം. ജേർണലിങ്ങിന് പ്രോത്സാഹിപ്പിക്കണം നമ്മൾ. ഈ കുറിപ്പ് എഴുതുമ്പോൾ ആദ്യമൊന്നും അത്ര നന്നായിട്ടൊന്നും അവിടെ എഴുതാം. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അക്ഷര തെറ്റുകളിൽ അല്ലെങ്കിൽ ചിഹ്നങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടോ നോക്കേണ്ടത്. അപ്പൊ അതിങ്ങനെ ഇമ്പ്രൂവ് ആയി കൊണ്ടുവരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് ആയിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ വായന എന്ന് പറയുമ്പോൾ വായന മാത്രമല്ല, സ്റ്റോറി ടെല്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ പല ആശയങ്ങളും കുട്ടികൾക്ക് കിട്ടുന്നത്, പുതിയ പുതിയ പല ആശയങ്ങൾ കിട്ടുകയാണ്. അതുപോലെ എന്താണ്, അവരുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവുകയാണ്. ക്രിയേറ്റീവ് റൈറ്റിംഗ് നടക്കുകയാണ്. റൈറ്റിംഗിലെല്ലാം മിസ്റ്റേക്കുകൾ മാറിക്കിട്ടുകയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പിന്നെ റീഡിങ്ങിനുണ്ട്. പത്രത്തിൽ ലൈബ്രറിയിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്തു കൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവർക്ക് ഭയങ്കര അഭിമാനം ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സന്തോഷം കിട്ടും. ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ അവർക്ക് പ്രോത്സാഹനം കിട്ടും. അതുപോലെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ ജനറേഷൻ നമുക്കറിയാം, അവരിങ്ങനെ ഗാഡ്ജറ്റ്സിൽ സ്ക്രീനിൽ കുടുങ്ങി പോയിട്ടുള്ള ഒരു തലമുറയാണ്. അപ്പൊ പരമാവധി അവിടെ നിന്ന് പിറകോട്ട് കൊണ്ടുവന്നിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഔട്ട്ഡോർ ഗെയിംസുകൾ ഉണ്ടാവും, അതുപോലെ സ്പോർട്സ്, പിന്നെ സ്വിമ്മിങ്, നാച്ചുറൽ വാക്കൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. കാരണം നടക്കുമ്പോൾ തന്നെയാണ് മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയൊക്കെ അറിഞ്ഞിട്ട് നടത്താൻ പറ്റുക, അല്ലെ? അപ്പൊ നടത്തത്തിന് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. രാവിലേക്ക് ഒരു മോർണിംഗ് വാക്കിനൊക്കെ കൊടുക്കാം. അതുപോലെ ഡാൻസ് ചെയ്യാൻ പറയാം. ഡാൻസ് തന്നെ സുംബ ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ അവിടെ എക്സസൈസ് നടത്തുന്നുണ്ട്, അല്ലെ? നല്ല രീതിയിൽ എക്സസൈസിനെ കൂടെ അവിടെ പ്രൊമോട്ട് ചെയ്യും. സ്വിമ്മിങ്, സൈക്ലിംഗ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുപോലെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം, ഒരു ബോഡി അവയർനെസ് അവർക്ക് കിട്ടണം. ഓക്കെ, എന്റെ ശരീരത്തിന് ഇന്ന സാധ്യതകളൊക്കെ ഉണ്ട്, ഇത്ര രീതിയിലൊക്കെ അത് ചലിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയണം. അതുപോലെ നമ്മൾ എന്താണ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ വാക്കിനെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അത് ഒരുപാട് മറ്റ് സ്കില്ലുകളെയും ഇമ്പ്രൂവ് ആക്കും. അതായത് നടക്കുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആണത്, അല്ലെ? പിന്നെ ശരീരത്തിന് നല്ലൊരു എക്സസൈസ് ആണ്. അതിനെ കൂടെ തന്നെ അത് മനസ്സിനും കൂടി എക്സസൈസ് ആണ്. കാരണം പ്രകൃതിയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടാണ് അവർ പോകുന്നത്. ചുറ്റും നടക്കുന്ന ഒരുപാട് സംഭവങ്ങളിലേക്ക് അവരുടെ കണ്ണുകളിലെത്തും. ഇപ്പൊ രാവിലെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പുല്ലിലൊക്കെ മഞ്ഞുതുള്ളികൾ നിൽക്കുന്നത്, പക്ഷികളുടെ ശബ്ദം, അതൊക്കെ നമ്മുടെ മൈൻഡിനെ, ബ്രെയിനിനൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കും. നമുക്ക് പുതിയൊരു ഉണർവൊക്കെ കിട്ടും, എനർജി കിട്ടും.
മാത്രമല്ല ചുറ്റുപാടിനൊക്കെ ഒരുപാട് നിരീക്ഷിക്കും, കുട്ടികളുടെ ഒബ്സർവേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. ആ നടക്കുന്ന വഴി തന്നെ നമ്മൾ പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ എന്താണ് നമുക്ക് അയാളോട് സംസാരിക്കാൻ ക്രമേണ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ രൂപീകരിക്കും. ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാന്, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, സോഷ്യലൈസ് ചെയ്യാന് ഒക്കെയുള്ള അവസരങ്ങൾ ആ ഒരു നാച്ചുറൽ പാത്തിലൂടെ തന്നെ അവർക്ക് ലഭിക്കുകയാണ്. അതുപോലെ ഡാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്തോട്ടെ, പാട്ട് പാടുന്നുണ്ടെങ്കിൽ പാട്ട് പാടിക്കോട്ടെ, പിന്നെ അതല്ല ജേർണലിംഗിൽ താല്പര്യമുള്ളവർ അങ്ങനെ എഴുതിക്കോട്ടെ, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവർ, ശരിക്കും ആർട്ട് തെറാപ്പി ഉണ്ട് അല്ലെ, ആർട്ട് വരയ്ക്കുന്നവര് നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ആർട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അതങ്ങോട്ട് ഫീലിംഗ് ചെയ്യും. ഇവിടെ നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റിക് ആ ഒരു സ്കില്ലിനെ നമ്മൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അത് ക്ലേ മോഡലിംഗ് ചെയ്യാം, വരയ്ക്കാം, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അത്തരത്തിലുള്ള മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. ഗാർഡനിങ്ങിനൊക്കെ പ്രോത്സാഹിപ്പിക്കാം, കൃഷിയൊക്കെ മൈൻഡ്ഫുൾ ആക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ അവരിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വെക്കേഷന്റെ കുറെ പർപ്പസുകളും കാര്യങ്ങളും, അതുപോലെ ഏതൊക്കെ ഏരിയാസിൽ അവരെ ഇമ്പ്രൂവ് ആക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഇനി നമുക്കൊരു വെക്കേഷനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഒരു വെക്കേഷൻ ഷെഡ്യൂൾ വേണം. ഷെഡ്യൂൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ 2-3 ഗോൾ സെറ്റ് ചെയ്യും. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒന്ന് ഫാമിലി ബോണ്ടിങ്ങിനാണ് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം. കുട്ടികളെ പുതിയ ഹോബീസ് കണ്ടെത്തുന്ന രീതിയിലായിരിക്കണം, അവരുടെ സ്കില്ല് പ്രൊമോട്ട് ചെയ്യാൻ പറ്റണം. ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ. അത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ഒരു ഇഷ്ടവും താല്പര്യം കൂടെ നോക്കിയിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഇങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ കുട്ടികളുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തണം കേട്ടോ. അപ്പൊ അത് എന്താണ് അവരുടെ ഒരു ഓണർഷിപ്പ് സ്കില്ല് കൂട്ടും. അവർ തന്നെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടെ കുറച്ചുകൂടെ ക്യൂരിയോസിറ്റിയിൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കും. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫ്ലെക്സിബിൾ റൂട്ടീനാണ്. അതായത് രാവിലെ അപ്പോഴാണ് ഈ ഫൈറ്റ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുക അല്ലെ, സ്ക്രീൻ ടൈം ഒരു ഫൈറ്റിലാണ്ടൊക്കെ ഒഴിവാക്കാൻ പറ്റും. രാവിലെ എണീറ്റിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഉച്ചയ്ക്ക് കാര്യങ്ങൾ, അങ്ങനെ ഒരു നമുക്കൊരു ഷെഡ്യൂൾ വേണം. രാവിലെ ഇപ്പൊ നമുക്ക് എന്തൊക്കെ കൊടുക്കാം, ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറയാം. അതായത് അവരുടെ ബെഡ് വിരിച്ചിടാൻ പറയാം, ഡ്രസ്സ് മടക്കി വെക്കാൻ പറയാം, അതുപോലെ ചെടി നനയ്ക്കാൻ പറയാം, പെറ്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഫീഡ് ചെയ്യാൻ പറയാം, അവർ കഴിച്ച പ്ലേറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ പറയാം, വീട് ക്ലീൻ ചെയ്യാൻ പറയാം. അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ രാവിലെ കൊടുത്താൽ മതി. അതുപോലെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് അല്ലെ, കോഗ്നിറ്റീവ് സ്കില്ലിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പണ്ട് കളിച്ചിരുന്ന ഒരുപാട് കളികളുണ്ട്, അതൊക്കെ നമുക്ക് അന്നറിയില്ലായിരുന്നു അതിന്റെ ബെനിഫിറ്റ്. ഇപ്പൊ നമ്മുടെ പണ്ട് കളിച്ചിരുന്ന കളിയാണ് നൂറ്റാങ്കോല്. അതായത് നീളത്തിലൊരു കോല് ഇടുക, അതിൽ ചെറിയതായി കട്ട് ചെയ്ത ഒരു 10 കോലുകൾ വേറെ ഉണ്ടാവും, അത് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇടും. ഓരോ കോലുകൾ ഇങ്ങനെ വേർതിരിച്ചെടുക്കും. അപ്പൊ അവിടെ ഐ ഹാൻഡ് കോർഡിനേഷൻ, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഐ കോണ്ടാക്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ സാധ്യത കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കളിച്ച കളികൾ തന്നെ ആലോചിച്ചാൽ കിട്ടും. അങ്ങനെ അറ്റൻഷനെയും കോൺസെൻട്രേഷനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോഗ്നിറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ, റേഞ്ചിങ് ആക്ടിവിറ്റീസ് ഒക്കെ രാവിലെ കൊടുക്കാവുന്നതാണ്. അതുപോലെ എക്സ്ട്രാ റീഡിങ്ങിന് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് രാവിലെയാണ്. കഥകളോ നോവലുകളോ കഥകളൊക്കെ വായിക്കാനുള്ള സമയം രാവിലെയാണ് ഏറ്റവും നല്ലത്. ഈ ഉച്ച സമയത്തിനോടൊക്കെ അടുക്കൂടി ആ സമയത്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടത്. സ്വിമ്മിങ്, സൈക്ലിംഗ്, ഔട്ട്ഡോർ ഗെയിംസ്, അതുപോലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉച്ച സമയത്താണ് നമുക്ക് കൊടുക്കേണ്ടത്. ആഫ്റ്റർനൂൺ ആകുമ്പോൾ അവിടെ നമ്മളൊരു ക്രിയേറ്റീവ് സ്പേസ് സൃഷ്ടിക്കണം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യുന്നവര്, പാടുന്നവര്, വരയ്ക്കുന്നവര്, എഴുതുന്നവര്, ഡാൻസ് ചെയ്യുന്നവര്, അങ്ങനെ അവർക്ക് പിന്നെ കഥ പറയുന്നവര്, പ്രസംഗിക്കുന്നവര്, അവിടെ അതിനുള്ള ഒരു സ്പേസ് ആക്കി ആ ടൈമിനെ നമ്മൾ അതിനുള്ളൊരു ടൈം ആക്കി ക്രിയേറ്റീവ് ടൈം ആക്കി മാറ്റാൻ കഴിയും. ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ അത് പക്ക ഫാമിലി ടൈം ആക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സാധാരണ സ്കൂളിൽ പോയിട്ട് വരുന്ന ഒരു സമയം നമുക്കറിയാലോ, ഹോംവർക്കിന്റെ യുദ്ധം നടക്കുന്ന ഒരു സമയമായിരിക്കും. പക്ഷെ ഇതിപ്പോ അതിന്റെ പിന്നെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താക്കണം, ഒരു ഫാമിലി ടൈം ആക്കി മാറ്റാൻ നോക്കണം. കുട്ടികളുടെ കളികളിലൊക്കെ നമ്മൾ പങ്കെടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അക്ഷരം വെച്ചിട്ടുള്ള കളികൾ, അന്താക്ഷരികള്, ബോർഡ് ഗെയിംസ്, പിന്നെ അങ്ങനെയുള്ള കളികളൊക്കെ പങ്കെടുക്കാം. അല്ലെങ്കിൽ ഒരു സിനിമ കാണാം, ഒരു ഇഷ്ടം ബുക്ക് വായിക്കാം, ഒരു നൈറ്റ് റൈഡിന് പോവാം. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവാൻ നമ്മുടെ കുട്ടികളുടെ കൂടെ ഇരിക്കാം. അങ്ങനെ ഒരു ഫാമിലി ടൈം ആവണം ഈവനിങ് ടൈം എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ വെക്കേഷന് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ചിലപ്പോൾ പാരന്റ്സ് കുറച്ച് സമയം വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താക്കണം,
നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുള്ള ഒരു കളികളായിരിക്കണം. അവിടെ ഫൺ ആൻഡ് ലേൺ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തില് സ്ട്രക്ചേർഡ് പ്ലേ, അൺസ്ട്രക്ചേർഡ് പ്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് സ്ട്രക്ചേർഡ് പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുള്ള കളികൾ. നമ്മൾ പങ്കെടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പർപ്പസ്ഫുൾ ആയിട്ടായിരിക്കും നമ്മൾ ആ ഗെയിം പ്ലാൻ ചെയ്യാം. ഇവരുടെ പലതരം സ്കില്ലുകളും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗെയിംസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതുകൊണ്ടാണ് സ്ട്രക്ചേർഡ് പ്ലേ അവിടെ ഉണ്ടായിരിക്കണം, അൺസ്ട്രക്ചേർഡ് പ്ലേ അതായത് അവരുടെ ഇഷ്ടത്തിന് കളിക്കുന്ന കളികൾ അതുണ്ടായിരിക്കണം. അപ്പം ബാലൻസ് ടൈമിൽ നമുക്ക് സ്ട്രക്ചേർഡ് പ്ലേയും അൺസ്ട്രക്ചേർഡ് പ്ലേ ഒക്കെ ആയിട്ട് അങ്ങനെ തരംതിരിക്കാം. ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ഒരു വെക്കേഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കി, നമ്മൾ കുട്ടികളായിട്ട് തീരുമാനിച്ചിട്ട് കുറച്ച് ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അല്ലെ, ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ഇന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം, ബാലൻസ് വരുന്ന സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം. ഒന്ന്, ഇവരുടെ എല്ലാ സ്കില്ലുകൾ നമ്മൾ ഇമ്പ്രൂവ് ആക്കാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ എന്താണ്, പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാൻ പഠിപ്പിച്ചു. അതിന്റെ കൂടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ, വലിയ ഫൈറ്റ് ഇല്ലാണ്ട് നമുക്ക് സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ സാധിക്കും. കാരണം എല്ലാ വീട്ടിലെയും ഒരു തലവേദനയാണ് സ്ക്രീനിൽ കുടുങ്ങി പോകുന്നുള്ളത്. നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുത്തോണ്ടിരിക്കാം, പർപ്പസ്ഫുൾ ആയിട്ട് ആക്ടിവിറ്റീസ് കൊടുത്തോണ്ടിരിക്കാം. മാത്രമല്ല, മൊബൈൽ യൂസ് ചെയ്യാൻ തീരെ കൊടുക്കേണ്ടെന്നല്ല, അതിനൊരു ഫിക്സഡ് ടൈം കൊടുക്കാം, എത്ര സമയത്ത് കൊണ്ടുപോയി അതിനിഷ്ടമുള്ള കാര്യങ്ങൾ കാണാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നല്ലത്. വെറും ഷോർട്സും റീൽസും ആകാതെ കുറച്ചും കൂടെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ കാണാൻ അവരെ പ്രോത്സാഹിപ്പിക്കാം. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ വെക്കേഷന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആക്കി, അമ്മമാർക്ക് തലവേദന ഇല്ലാതെയും കുട്ടികൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആക്കിയിട്ടും വെക്കേഷൻ നമുക്ക് വരവേൽക്കാവുന്നതാണ്. ഇതിന് നേരത്തെ എന്തെങ്കിലുമൊക്കെ പറയാൻ ചോദിക്കാനുണ്ടെങ്കിൽ ആവും. ആരും ഇല്ല, എല്ലാവരും പോയോ? ഹലോ, ഗുഡ് ഈവനിങ് ഷഫീദ. വളരെ നല്ല സെഷൻ ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് കേട്ടു. പക്ഷെ എൻ്റെ മക്കളൊക്കെ വലുതായി, ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ എന്തായാലും എനിക്ക് സമാധാനമായി. കാരണം ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ഉമ്മ എങ്ങനെയാണോ എന്നെ വളർത്തിയത്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ മക്കളെ വളർത്തി എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്കും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓൺലൈൻ വന്നത്. പിന്നെ അതായത് ഓരോ പോയിന്റ്സും വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഇങ്ങനെയാണ് മെയിനായിട്ട് പറയേണ്ടത്. ഇപ്പോഴത്തെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ ഏറ്റവും എല്ലാ പാരന്റ്സും ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പോലും ഇത്രയും വലിയ മക്കളായിട്ട് പോലും ഞാനും അനുഭവിക്കുന്നത് ഇത് തന്നെയാണ്. അവർ വീട്ടിലുള്ള സമയത്ത് ഇതെങ്ങനെ ഒന്ന് പരിഹരിക്കണം. വീട്ടില് വീട്ടിലുണ്ടാവുന്ന ഇതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അറിവ് അവർക്ക് ചെറുതിലേ ഒരു ചില വീടുകളൊക്കെ സംഭവിക്കുന്ന വെച്ചാല് അവർ കുട്ടികളല്ലേ, അവർ കളിച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പിന്നെ ഒരു പ്രായത്തുമ്പോഴാണ് പിന്നെ അവരെ കൊണ്ട് പലതും ചെയ്യിക്കാൻ ഞങ്ങളെ പാടുപെടുക. ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ചധികം വീടുകൾ അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ചെറിയ പ്രായത്തിലെ അതിൻ്റെതായ രീതിയിൽ ചെറിയ ചെറിയ ടാസ്കും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അതിന് ഏറ്റവും നല്ലൊരു സന്ദർഭം വെക്കേഷൻ ടൈം തന്നെയാണ്. അപ്പൊ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ടൈം വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞ പോലെ സമ്മർ വെക്കേഷൻ, അതായത് കുറച്ച് വലിയ ലോങ് വെക്കേഷൻ ഒക്കെ എൻ്റെ മക്കൾ ടീനേജ് പ്രായത്തിലേക്ക് എത്തിയപ്പം ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞ അനുസരണ ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പം അവർക്ക് ആ ഒരു പ്രായത്തിന്റെ ഇതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് പറയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു 2-3 വെക്കേഷൻ അടുപ്പിച്ചിട്ട്
ആ വെക്കേഷന്റെ സമയത്ത് ഞാൻ എൻ്റെ പാരൻസിന്റെ അടുത്ത് പോയി നിൽക്കും ഒരു 2-3 വീക്സ്. മക്കളെ പക്ഷെ കൂട്ടില്ല, 2 പെൺമക്കളാണ് എനിക്ക്. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഒരു ടീനേജ് പ്രായമൊക്കെ എത്തിയ ശേഷമാണ്, ചെറുതിലല്ല, അവർക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ വിളിച്ച് ചോദിക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു അങ്ങനെയൊക്കെയുള്ള ഒരു ഗൈഡൻസ് കൊടുത്തിട്ടൊക്കെ. അപ്പൊ അതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, അതായത് അവരെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പാരൻസും എഫേർട്ട് എടുക്കണം. കാരണം ഞാൻ പറഞ്ഞ പോലെ പാരൻസിനും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം വേണമല്ലോ. പിന്നെ അതുപോലെ ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടി അവരെ പഠിപ്പിച്ചു കൊടുത്തെന്ന് വെച്ചാൽ, ഞങ്ങൾ എത്ര പ്രായമായാലും ഞങ്ങളുടെ പാരൻസിനെ അവരെയും കൺസിഡർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ എൻ്റെ പാരൻസിന്റെ അടുത്ത് പോകുന്നത് അവരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനാണ്. അത് മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യം നമ്മൾ പ്രാക്ടിക്കലി ഞങ്ങളത് ഇമോഷണലി ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ബുദ്ധിമുട്ടാവും. കുറച്ച് പറയാൻ വിട്ടുപോയതാണ്. അതെ, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റും ഇവിടെ ആവശ്യമാണ്. മക്കളെപ്പം പാരന്റ്സ് എപ്പം മക്കളെ കൂടെ ഇങ്ങനെ എപ്പം ഉണ്ടാവും എന്നുള്ളൊരു ഒരിത് നിന്ന് ഇല്ലാതിരിക്കുമ്പോൾ, അതെ, ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാം എന്നുള്ളതും കൂടി, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ബോധവൽക്കരണം കൂടി അവിടെ നടക്കുകയാണ്. അപ്പം വളരെ നല്ല ഇത് ഇപ്പോഴത്തെ കാലത്തെ പാരന്റ്സിന്, ഇപ്പോഴത്തെ ഏത് കാലത്തെയും പാരന്റ്സിന് വേണ്ടുന്നൊരു സെഷനാണ്. വളരെ നല്ല സെഷനായിരുന്നു. ഇതിനെ കൊണ്ട് എല്ലാവർക്കും അതിൻ്റെതായ പ്രാക്ടിക്കലിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫൈസൽ സർ ഫോർ ദിസ്. ഞാന് മുൻപ് പറഞ്ഞപ്പോഴാണ് ശരിക്കും ആ പോയിന്റ് വിട്ടുപോയതാണ്, അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വിചാരിച്ചിട്ട് കുറച്ച് പോയിന്റ്സ് എന്തായാലും ഇവിടെ കാണുമല്ലോ. ഇനിയത്തെ ക്ലാസ്സിൽ ഇതൊക്കെ എടുക്കാലോ. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കണം. വെക്കേഷൻ നമുക്ക് പണ്ടൊക്കെ നമ്മൾ വിരുന്ന് പോയിരുന്നു അല്ലേ, നമ്മുടെ കസിൻസിന്റെ വീട്ടിലൊക്കെ വിരുന്ന് പോയിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ബെഡിൽ കിടന്നുറങ്ങാനാണ് ഇഷ്ടം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഉമ്മമാര് തീരെ വിട്ടു നിൽക്കാത്ത മക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് ആണ് വെക്കേഷൻ. നമുക്ക് ഏറ്റവും വിശ്വസ്തത ഉള്ള നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ നമുക്ക് വിരുന്ന് പറഞ്ഞേക്കാം. അപ്പൊ അതുപോലെ ക്യാമ്പുകൾക്കൊക്കെ പങ്കെടുക്കാം. വീട്ടിന്റെ അറ്റ്മോസ്ഫിയറിന് മാറി നിൽക്കുമ്പോഴാണല്ലോ ഫുഡിലും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. നമ്മുടെ റൂമായിരിക്കില്ല, നമ്മൾ കിടക്കാൻ കിട്ടുന്ന സൗകര്യങ്ങള്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം. എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. അതിൽ കൂടി കിട്ടുന്ന ഒരു അവസരം തന്നെയാണ് തീർച്ചയായിട്ടും വെക്കേഷൻ. ഓർമ്മിപ്പിച്ചത്. അതെ, ഇപ്പോഴത്തെ കാലത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, എല്ലാ മക്കളും പുറത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. അതെ അതെ അതെ. അപ്പം അതും പാരന്റ്സിനും കൂടി അത് ഉൾക്കൊള്ളാനുള്ളൊരു സാഹചര്യം കൂടിയാണിത്. കാരണം അല്ലെങ്കിൽ അത് ഭയങ്കര അറ്റാച്ച്മെന്റ് പെട്ടെന്ന് പോകുമ്പോഴേ ഭയങ്കര അവര് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യും, അവര് ഒറ്റക്കാണല്ലോ, അവർക്ക് എന്താ ചെയ്യാം എന്നാൽ ആ പേടി കുറെയൊക്കെ മാറിക്കിട്ടും. പാരന്റ്സിനും ഉണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള്, കുറച്ച് കാര്യങ്ങള് എന്തായാലും ഇതൊന്നും ആരും ചിന്തിക്കില്ല. ആ ഒരു സന്ദർഭം എത്തുമ്പോഴാണ്. പിന്നെ എല്ലാവരും ഇപ്പം പറഞ്ഞ പോലെ എല്ലാവരും വളരെ എന്താ പറയുക, ചെറിയ ചെറിയ ന്യൂക്ലിയർ ഫാമിലീസ് അല്ലേ. അപ്പൊ ഇതൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല, അതിനുള്ള ടൈമും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സെഷൻസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇനി ആർക്കൊന്നും ചോദിക്കാനും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇനിയും അല്ലേ? ചോദ്യങ്ങൾ വരട്ടെ. ഹായ് ഷഫീദ, എന്റെ പേര് ഫൈസൽ സാറിനെ അറിയാം, ഞാന് ടീച്ചറാണ്. പിന്നെ റസിയ, സൗണ്ട് കുറവാണ്, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. സൗണ്ട് കമ്മിയാണ്, കാരണം സൗണ്ടിന് ഒരു പ്രശ്നം വന്നാണ്. പേരെന്താ? റസിയ. റസിയ.
ഞാൻ ടീച്ചറാണ്. ആ. ഫൈസൽ സാറിനെ അറിയാം. ഞാനും ഫൈസൽ സാറിന്റെ സ്റ്റുഡന്റ് തന്നെയാണ്. ഉണ്ട്. അപ്പോ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇപ്പോ മാം പറഞ്ഞ പോലെ ക്യാമ്പിനൊക്കെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞപ്പം പല പേരൻസും ക്യാമ്പിന് പങ്കെടുപ്പിക്കാൻ താല്പര്യമില്ലാത്ത പേരൻസ് ആണ്. കാരണം ആ പേരൻസിനൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആണ്. പേരൻസിനോട് നമ്മൾ ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ പറയുമ്പം എന്റെ കുട്ടികൾ മാറിപ്പോകുമ്പോ വേറെ എന്തെങ്കിലും ഇതിലൊക്കെ ഉൾപ്പെടുവോ, അങ്ങനെയൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. കാരണം അങ്ങനെ നമ്മൾ ഒരു കൺസെൻസിൽ കാണുമ്പോഴാണ് നമ്മളെ മക്കള് ആ രൂപത്തിൽ പോവുക. കാരണം നമ്മൾ പേരൻസ് ധൈര്യം കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പോവുക. അതല്ലാതെ സ്ഥിതിക്ക് നമ്മൾ പേരൻസ് തന്നെ നമ്മളൊരു കുട്ടികളെ വിശ്വാസമില്ലാത്ത രൂപത്തിൽ പറഞ്ഞു വിടുമ്പോ അവര് പിന്നെ ആ രൂപത്തിലായിരിക്കും പോവുക. അതല്ലാതെ നമ്മളൊരു ക്യാമ്പിന് അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോ നീ പോയി അറ്റൻഡ് ചെയ്യുക എന്നിട്ട് പഠിക്കുക എന്നൊക്കെ പറയുമ്പോ അവർക്ക് കൂടുതൽ താല്പര്യമായിരിക്കും. ചില പേരൻസ് ഉണ്ട് എന്തെങ്കിലും നമ്മൾ ദൂരത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു ക്യാമ്പൊക്കെ ഉണ്ട് കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ളതൊക്കെ പറഞ്ഞു ടീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മളെ കൂടെ വിടാൻ താല്പര്യമില്ലാത്ത പേരൻസ് ഉണ്ടാവും. ചില പേരൻസ് പറയും ഇന്ന ടീച്ചർ ഉണ്ടെങ്കിലേ ഞാൻ വിടുള്ളൂ. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഇപ്പൊ ഇത് കേൾക്കുന്ന പേരൻസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാലോ. അവര് ചിന്തിക്കേണ്ടത് എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ തന്നെയാണ്. ടീച്ചേഴ്സ് എന്തായാലും കുട്ടികളെ കൊണ്ടുപോകുമ്പോ ഉറപ്പായിട്ടും അതെ. അതിപ്പോ സംസ്കാരം. വേറൊരാളെ കുട്ടികളായിട്ടല്ലല്ലോ കൊണ്ടുപോകും. അപ്പൊ നമ്മള് സ്കൂളിലേക്ക് അവര് വിട്ട് കഴിഞ്ഞാല് നമ്മളെ അടുത്താണല്ലോ വൈകുന്നേരം വരെ. അപ്പൊ നമ്മളെ കുട്ടികളായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. അപ്പൊ അത്തരം ഒരു ചിന്ത പേരൻസിന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കുന്നവരെന്തായാലും പേരൻസ് ആയിട്ടുള്ളവരുണ്ടാവും, പലരും ടീച്ചേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഷാമില ടീച്ചറാണെന്ന് പറഞ്ഞു കോട്ടക്കലാണെന്ന് പറഞ്ഞു, ഞാനും കോട്ടക്കൽ ഏരിയ തന്നെയാണ്. ഞാൻ എടരിക്കോടാണ്. അപ്പോ ടീച്ചറെ എനിക്ക് പരിചയമില്ല, ശരിക്കും ഫേസ് കണ്ടപ്പോ ഒരു പരിചയമുള്ള പോലെ തോന്നി. ഇനി അടുത്തറിയുമ്പോഴേ അറിയുള്ളൂ. എന്തായാലും നല്ല സെക്ഷനാണ്. ഇതുപോലെ ഇനിയും നല്ല നല്ല സെക്ഷനുകൾ എടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു റസിയ മാം, താങ്ക് യു ഷിബ മാം. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ്. ഷഫിദ മാം അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഷഫിദ മാമിന്റെ സെഷനുകൾ എപ്പോഴും ഒരു കോണ്ടന്റ് ഓറിയന്റഡ് ആണ്, നല്ല റിച്ച് ആയിരിക്കും. കാരണം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ല സ്പെഷ്യലി ഉള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ അറിയാലോ, നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിന്റെ പാട്. നമ്മൾ നോർമൽ കുട്ടികളെ പോലെയല്ല. അപ്പൊ അവരെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രിക്കുകളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മാമിന് അറിഞ്ഞിരിക്കണം. എന്നാലേ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രീവിയസ്ലി ഉള്ള ഒത്തിരി പിന്നെ നേരത്തെ മാം എടുത്ത വീഡിയോസ് ഒക്കെ നമ്മുടെ മുമ്പിൾ അക്കാദമിയുടെ ചാനലിലുണ്ട്. സോഷ്യൽ സ്കിൽസ്, ഇന്റലക്ച്വൽ എബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്, ഇങ്ങനെയുള്ള കുറെ വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ നല്ല റിച്ച് കോണ്ടന്റ്സ് ആണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ അത് കാണാം. അപ്പൊ എന്തായാലും ഷഫിദ മാമിന് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ ഇവിടെ നേരത്തെ നമ്മുടെ ഈ ഒരു വെബിനാറിൽ എന്തെങ്കിലും ഒരു ചർച്ച വന്നിരുന്നു, വെക്കേഷൻ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളൊരു ടോപ്പിക് വേണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ ആദ്യം തന്നെ ഷഫിദ മാമിനെയാണ് കോൺടാക്ട് ചെയ്തത്. മാം ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്, നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഷഫിദ മാം പറഞ്ഞു നമുക്ക് എടുക്കാലോ എന്ന് പറഞ്ഞിട്ട് മാം അത് പ്രിപ്പയർ ചെയ്തു, റെഡിയായി ഇവിടെ വന്നു, അവതരിപ്പിച്ചു. അപ്പൊ എന്തായാലും ഈ ഒരു സെഷൻ ലാലി മാം പോയോ? ഹലോ സർ. ആ. രവിത മാം സൂപ്പർ ആയിരുന്നു. എന്നാലും ഒരു ക്യാപ്സ്യൂൾ പരുവത്തില് ഒരു ക്യാപ്സ്യൂൾ. ഓക്കെ താങ്ക് യു മാം. ലാലി മാമിന് അതിനൊരു പിന്നെ ഫീഡ്ബാക്ക് പറയാതെ എന്തോ ഇങ്ങനെ നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ലാലി മാമിനെ വിളിച്ചത്. ഞാൻ Anyway, വിചാരിച്ചു ലെഫ്റ്റ് ആയി പോയോ. ഷെഫീദ മാമിനോട് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞില്ലെങ്കിൽ അതൊരു അതിപ്പോ പറയാൻ കൊണ്ടുവരും. അത് ശ്രദ്ധയിൽ വിട്ടു വേണം. സോറി, ഉടനെ ചെയ്തുതരാം. ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് 8:30 മറ്റൊരു രണ്ട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, വൈൻഡപ്പ് ചെയ്യാൻ വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വൈൻഡപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഷഫിദ മാമിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത, പാർട്ടിസിപ്പേറ്റ് ചെയ്ത, അഭിപ്രായങ്ങൾ പറഞ്ഞ, അതേപോലെ തന്നെ കേട്ടിരുന്ന, ഈ കേട്ടത് പ്രാവർത്തികമാക്കാൻ പോകുന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു എവരിവൺ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്.